ചേട്ടാ റെഡിയായ? ചേട്ടാ എപ്പോൾ റെഡിയാകും? എന്ത് ടി വിയെ എപ്പോൾ റെഡിയാകും എന്നതുപോലെ സ്വർഗവും ഭൂമിയൊക്കെ നമ്മളെപ്പോൾ റെഡിയാകുമെന്ന് കാത്തിരിക്കുക. നമ്മളെപ്പോ ദൈവപുത്രന്മാരെ വെളിപ്പെടുമെന്ന് കാത്തിരിക്കുക. പക്ഷെ നമ്മളിൽ നല്ലൊരു പങ്കും ബുദ്ധൂസുകളെ പോലെ ഇതെന്തത് എന്ന് വിചാരിച്ചിരിക്കുക. മതം കളിച്ച് സംഘടന കളിച്ചൊക്കെ ഇരിക്കുക. ഇതിൻ്റെ ഇടയിൽ സത്യം തിരിച്ചറിഞ്ഞ് സത്യത്തിലേക്ക് നമുക്ക് യാത്രയാകാം, ക്രിസ്തുവെ അനുഗമിച്ച്. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാം, കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്താം. പാഴും ശൂന്യവുമായ ഭൂമിയെ മനോഹര രൂപമാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പരിവർത്തിപ്പാൻ പ്രാർത്ഥനയോടെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഓൺലൈനിലായിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളും നിങ്ങളും ചേർന്ന് ഒരുമിച്ച് ഇതൊരാത്മീയ ശുശ്രൂഷയാണ്. ആത്മാവാകുന്ന ദൈവം പ്രവർത്തിക്കുന്ന ശുശ്രൂഷ. അതുകൊണ്ട് ഭൗതിക കണ്ണുകളെ അടച്ച് ഹൃദയ കണ്ണുകളെ തുറന്ന്, അപ്പാ എന്നെ സ്പർശിക്കണമേ, അങ്ങയുടെ ആത്മാവാൽ എന്നെ സ്പർശിക്കണമേ. ഒരു കാഴ്ചക്കാരനായി മാത്രം ഞാൻ അവസാനിക്കാതെ ഒരു കളിക്കളത്തിൽ ഇറങ്ങുന്ന കളിക്കാരനായി, കളിക്കുന്നവനായി, അങ്ങയോട് ചേർന്ന് അങ്ങയുടെ കൂട്ടുപ്രവർത്തകനായി, അങ്ങയുടെ മകനായി എന്നെ അങ്ങ് ഉപയോഗിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ, അങ്ങയുടെ ആത്മാവാൽ എന്നെ സ്പർശിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഓരോ കുഞ്ഞുങ്ങളെ ഹൃദയത്തിൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും 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 പരിശുദ്ധൻ്റെ ആത്മാവേ ആകെ തോടേണമേ, ഏഴകൾ നിന്മക്കൾ പൂർണ്ണമായി മാറുവാൻ. പരിശുദ്ധൻ്റെ ആത്മാവേ ആകെ തോടേണമേ, ഏഴകൾ നിന്മക്കൾ പൂർണ്ണമായി മാറുവാൻ. ഉള്ളിൽ തോടേണമേ, മാറ്റം വന്നിടുവാൻ. അന്ധകാരം പൂർണ്ണ പ്രകാശമാകുവാൻ. ഉള്ളിൽ തോടേണമേ, മാറ്റം വന്നിടുവാൻ. അന്ധകാരം പൂർണ്ണ പ്രകാശമാകുവാൻ. പാഴായ ഭൂമിയെ നവ്യമായി മാറ്റിയ ദൈവത്തിൻ റൂഹായി മാറ്റണേ ഞങ്ങളെ. ജഡത്താൽ ഹീനമാ സ്വയത്തിനെ നീക്കി ക്രിസ്തുവിൻ ഭരണം ഞങ്ങൾ തുടങ്ങുവാൻ. പാഴായ ഭൂമിയെ നവ്യമായി മാറ്റിയ ദൈവത്തിൻ റൂഹായി മാറ്റണേ ഞങ്ങളെ. ജഡത്താൽ ഹീനമാ സ്വയത്തിനെ നീക്കി ക്രിസ്തുവിൻ ഭരണം ഞങ്ങളിൽ തുടങ്ങുവാൻ. പരിശുദ്ധന്റെ ആത്മാവേ ആകെ തോടേണമേ, ഏഴകൾ നിന്മക്കൾ പൂർണ്ണമായി മാറുവാൻ. പരിശുദ്ധന്റെ ആത്മാവേ, പ്രാർത്ഥനയോടെ ആകെ തോടെ എല്ലാവരെയും ദൈവത്തിന്റെ ആത്മാവ് തൊടുവാൻ, എല്ലാവരുടെ മാറ്റം സംഭവിക്കുവാൻ, എല്ലാവരുടെ ഇരുള് നീങ്ങിപ്പോകുവാൻ. എല്ലാവരുടെ ഉള്ളിൽ നിന്ന് എല്ലാ അന്ധകാരവും മാറിപ്പോകട്ടെ. ദൈവത്തിന്റെ പ്രകാശം എല്ലാവരിലും നിറയുവാൻ ഇടയാകട്ടെ. എല്ലാ അന്ധകാരവും പരിപൂർണമായി എല്ലാവരും മാറിപ്പോകട്ടെ. ജനം മനോഹരമായി തീരട്ടെ. ഓ
ഞങ്ങളെ ജഡത്താൽ ഭരണം ഞങ്ങളിൽ തുടങ്ങുക. പാഴായ ഭൂമിയെ ഭവ്യമായി മാറ്റി ദൈവത്തിൻ രൂഹായെ മാറ്റണേ ജഡത്താൽ ഭരണം ഞങ്ങളിൽ തുടങ്ങുക. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഉടയവനെ, ഞങ്ങളുടെ ആരംഭമേ, ഞങ്ങൾ ക്രിസ്തയേശു മുഖാന്തരം അങ്ങിൽ ആശ്രയിക്കുന്നു. ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ തിരുഹിതം അതുപോലെ തന്നെ അത് ഞങ്ങളിൽ ഭവിപ്പാൻ ഞങ്ങളെങ്ങ് സഹായിക്കണം. ഈ ഹോളി ശബ്ദ കാഴ്ചപ്രതിയിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ തലതിരിഞ്ഞ ലോകത്തെ അനേക ഹൃദയത്തെ വിഷമിപ്പിക്കുന്ന വിഷയങ്ങൾ മുഖാന്തരം ഭാരപ്പെട്ടിരിക്കുന്ന ഈ ഹോളി ശബ്ദ കാഴ്ചപ്രതിയിലുമായിരിക്കുന്ന അങ്ങയുടെ ജനത്തിൻ്റെ മേൽ അങ്ങയുടെ സമാധാനം കൽപ്പിക്കുകയാണ്. സകല മാനുഷിക ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരട്ടെ. ദൈവത്തിന്റെ ജീവൻ കടന്നു വരട്ടെ. കൊട്ട വിട്ടൊഴിഞ്ഞവരായി, ഭാരമൊഴിഞ്ഞവരായി ഈ മക്കൾ തീരട്ടെ. ദൈവത്തിന്റെ വചനം ഉൾത്തളത്തിൽ ഏറ്റെടുക്കുവാൻ തക്കവണ്ണമുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഹൃദയത്തിൽ സംഭവിക്കട്ടെ. ഇവരുടെ സാഹചര്യങ്ങളിൽ സംഭവിക്കട്ടെ. എല്ലാ അനാവശ്യമായ ഭാരങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ചിന്താതലവും വ്യക്തമാക്കപ്പെടട്ടെ. ദൈവത്തിന്റെ വചനം വ്യക്തതയോടെ പ്രകാശിക്കുവാൻ തക്കവണ്ണം മൂടപ്പെട്ടിരിക്കുന്ന എല്ലാ മഞ്ഞുകളും, ലോകത്തിന്റെ മൂടൽ മഞ്ഞുകളും മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. ഇവരുടെ ശരീരത്തെ രോഗമാക്കി മാറ്റുന്ന പൈശാചിക ശക്തികളെ, പ്രവർത്തികള് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഇപ്പോൾ ക്യാൻസൽ ചെയ്യുകയാണ്. പരിപൂർണ സൗഖ്യം മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ പ്രോപ്പർട്ടിയെ റിവൈവ് ചെയ്തെടുക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പാപത്തിന്റെ ശക്തികളെ യേശു രക്തത്താൽ ക്യാൻസൽ ചെയ്യുകയാണ്. ഈ ജനത്തെ സ്വതന്ത്രമാക്കുകയാണ്. ജനത്തിന്റെ ഉൾത്തളങ്ങളിലേക്ക്, അവരുടെ ആത്മാവിലേക്ക് ദൈവത്തിന്റെ ആത്മശക്തി ഇറങ്ങട്ടെ. അവരുടെ ദേഹിയിലേക്ക് ദൈവത്തിന്റെ സൗമ്യത, യേശുക്രിസ്തുവിന്റെ സൗമ്യത, യേശുക്രിസ്തുവിന്റെ ശാന്തത ഇറങ്ങട്ടെ. യേശുവിന്റെ സമാധാനം ഇറങ്ങട്ടെ. അവരുടെ ശരീരത്തിലേക്ക് ദൈവത്തിന്റെ സൗഖ്യം വ്യാപരിക്കട്ടെ. ക്രിസ്തുവിന്റെ അടിപ്പിണരാനുള്ള സൗഖ്യം ഈ മകളുടെ മേൽ കൽപ്പിക്കുകയാണ്. പ്രിയ നല്ല പിതാവേ, അങ്ങയുടെ ആത്മാവ് വ്യാപരിക്കുന്നതിനായി നന്ദി. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പദപ്പി മക്കളുടെ മേലെ, അങ്ങയുടെ അഭിഷേകത്തിന്റെ ശക്തി മക്കളുടെ മേലെ, അത് ഈ ഹോളിൽ മാത്രമല്ല, ഈ ശബ്ദ കാഴ്ച വരുന്നത് എവിടെയല്ല ഈ ശബ്ദം കടന്നു പോകുന്നുവോ, എന്റെ വചന അത് വെറും ശബ്ദമല്ല, അത് ആത്മാവത്രേ, അതിൽ ജീവനുണ്ട്. ആ ജീവൻ എല്ലാവരിലും വ്യാപരിക്കുവാനിടയാകട്ടെ. ഈ ജനത്തെ അതിനായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മഴ പെയ്ത് റെഡിയായി കിടക്കുന്ന മണ്ണ് പോലെ, വിത്ത് ഏറ്റെടുക്കുവാൻ റെഡിയായിരിക്കുന്ന മണ്ണ് പോലെ ഇവരുടെ ഹൃദയങ്ങളാക്കപ്പെടട്ടെ. ഇവരുടെ ഹൃദയങ്ങളാക്കപ്പെടട്ടെ. വിത്ത് സ്വീകരിക്കുവാൻ തക്കവണ്ണം, വിത്ത് സ്വീകരിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ വിത്ത് സ്വീകരിക്കുവാൻ തക്കവണ്ണം ജനഹൃദയങ്ങൾ മാറ്റപ്പെടട്ടെ. അങ്ങനെ ചെയ്യുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇതൊരു മനുഷ്യന്റെ പ്രവൃത്തിയല്ലല്ലോ, ഒരു ദൈവദാസന്റെ പ്രവൃത്തിയല്ലല്ലോ. ഇത് ദൈവം തന്റെ ആത്മാവിനാ ഈ മക്കളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിനായി നന്ദി. പരിശുദ്ധാത്മാവേ, അങ്ങയോട് ചേർന്ന് പ്രവർത്തിപ്പാ തന്ന അവസരത്തിനായി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് ഈ ജനത്തിന്റെ ഇടയിൽ വ്യാപരിക്കുമ്പോ അങ്ങേക്ക് വേണ്ടി ശബ്ദം കൊടുക്കുവാൻ നിയോഗിച്ചിരിക്കാൻ നന്ദി പറയുന്നു. എന്റെ പരിശുദ്ധാത്മാവേ, അങ്ങ് ജനത്തെ സൗഖ്യമാക്കുമ്പോ അങ്ങയോട് ചേർന്ന് കൂടെ അസിസ്റ്റ് ചെയ്യുവാൻ തന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, ഈ തൃശൂർ പട്ടണത്തെ അത് പിടിച്ചടക്കുമ്പോൾ അതിന് സാക്ഷിയായി നിൽക്കുവാൻ, ക്രിസ്തുവിന്റെ സാക്ഷികളായി ഞങ്ങൾ നിർത്തിയിരിക്കുകയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. സർവമഹത്വ ഞങ്ങൾ അങ്ങേക്ക് തരുകയാണ്. വ്യാപരിക്കുന്ന ദൈവശക്തിക്കായി സ്തോത്രം. ഇത് 7 വൻകരകളും വ്യാപരിക്കുന്ന കൃപയ്ക്കായി, 7 വൻകരകളും വ്യാപരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. സർവമഹത്വം പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് തരുന്ന യേശു ക്രിസ്തുവിന്റെ, ഞങ്ങളുടെ രാജാവായ, ഞങ്ങളുടെ നേതാവായ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. ആമേൻ, 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 ആമേൻ. Thank you, Father. Thank you.
ഹല്ലേലൂയ. ഈ മനോഹരമായ പ്രഭാതത്തില് ദൈവസാന്നിധ്യത്തിന്റെ കീഴിൽ ദൈവത്തെ ഡിസ്പ്ലേ ചെയ്യുന്ന യൂണിറ്റുകളായി ഇവിടെ ആയിരിക്കാം. സ്വർഗത്തിൽ ദൈവം നമ്മളെ സഹായിച്ചു. പ്രാർത്ഥനയോടെ ദിവസം തീരുന്നാട്ടെ. ലോർഡ്, ഐ ലവ് യു, ഗിവ് യു ഗ്ലോറി. ഓൺലൈനിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും തുറന്ന് ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്കധിക സമയമില്ല, കുറച്ച് സമയമേ ഇവിടെ ഉള്ളൂ. അധികം താമസിയാതെ നമ്മളുടെ ശരീരം ചേട്ടായി പണിമുടക്കും. ചേട്ടായിക്ക് പിന്നെ പ്രവർത്തിക്കാൻ കഴിയാതെ ശരീരമെന്ന് ഞാൻ ഉദ്ദേശിച്ച ചേട്ടായി എന്ന് പറയുന്നത് ധൂർത്തുപുത്തൻ്റെ ഉപമയിലെ ആ ഭാഗമാണ്. ചിലർക്കെങ്കിലും അതൊക്കെ അറിയാൻ പറ്റുമായിരിക്കാം. അധിക ദിവസം ഓടത്തില്ല, തളർന്നു പോകും. ഓടാൻ കിട്ടുന്ന സമയം യഥാർത്ഥത്തിൽ ദൈവത്തെ ഡിസ്പ്ലേ ചെയ്ത് ഓടിക്കോളണം. ഹല്ലേലൂയ. എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പായുണ്ട്, ഭൂമിയിലെ പപ്പ. 86 വയസ്സായി. ഇപ്പോൾ റൂമിൽ നിന്ന് അധികമൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഹല്ലേലൂയ. ഓടി നടന്നൊരു കാലം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇതേപോലെ നമുക്കിപ്പോൾ ഓടി നടക്കുന്ന കാലമാണല്ലേ. അധികം ഇനി അനങ്ങാൻ പറ്റാത്തൊരു കാലത്തിലേക്ക് കയറും. ഹല്ലേലൂയ. അപ്പോൾ ഓടി നടക്കുന്ന കാലത്ത് തലതിരിഞ്ഞ ലോകത്തെ തലതിരിഞ്ഞതിൻ്റെ പുറകെ മാത്രം ഓടാതെ, തലതിരിഞ്ഞതിൻ്റെ പുറകെ മാത്രം ഓടാതെ ശരിയായി ഓടാൻ ദൈവമേ എൻ്റെ കാഴ്ചപ്പാടുകളെ മാറ്റണമേ ദൈവത്തോട് പറയണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ജീവിത അന്ത്യവും തുടർന്നുള്ളതൊക്കെ വിഷമകരമായി തീരും. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ടൈറ്റിൽ, ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഞാൻ കേട്ടത് റിവേഴ്സ് ഗിയറിൽ നിന്ന് ഫോർവേഡ് ഗിയറിലേക്ക്, തലതിരിഞ്ഞ ലോകത്ത് നിന്ന് ശരിയായ ലോകത്തിലേക്ക്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഇങ്ങനെ സംഭവം കേട്ടോ. നിങ്ങളും ആദ്യമായിട്ടായിരിക്കും അല്ലേ? ഇന്നലൊരു സഹോദരൻ എല്ലാം മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹത്തിൻ്റെ പേര് റിയാസ് എന്നാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചാൽ, ഞാനായിട്ട് ആദ്യമായിട്ട് സംസാരിക്കാൻ കിട്ടി. അപ്പോൾ എന്നോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: അല്ല പാസ്റ്ററേ, ഇതൊക്കെ അങ്ങേക്ക് എവിടെ നിന്നാണ് കിട്ടണേ? അത് ഏത് ഈ പ്രസംഗിക്കുന്ന സബ്ജക്റ്റൊക്കെ എവിടെ നിന്നാണ് കിട്ടണേന്ന്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഭൂമിയിലെ പുസ്തകത്തിൽ നിന്നല്ല, എൻ്റെ ഉൾത്തളത്തിൽ ആത്മാവ് മഴ പെയ്യുന്നത് പോലെ പെയ്ച്ചുകൊണ്ടേയിരിക്കും. കിട്ടിയ ഉടനെ തന്നെ അതൊന്ന് പ്രോസസ്സ് ചെയ്ത് ജനത്തിനം കൊടുത്തേക്കും. ആദ്യം കിട്ടുന്ന സൈഡിൽ കിട്ടുന്ന ആൾക്ക് ആദ്യം കൊടുക്കും. മനസ്സിലായോ? അതായത് ആദ്യം മുരിങ്ങ മരത്തിലുണ്ടായത് പൂവാ, അത് പറിച്ചെടുത്തു. എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തു, ഇച്ചിരി കടുക്ക് പൊട്ടിച്ച് ആദ്യം പിള്ളേർക്കും കൊടുത്തു. എന്ത് കിട്ടിയാലും ഉടനെ തന്നെ പൊട്ടിച്ച് പിള്ളേർക്കും കൊടുക്കുക. ഒന്ന് താളിച്ച്. ഇതേപോലെ തന്നെ ദൈവത്തിന് കിട്ടുന്ന ഉടനെ തന്നെ ഒന്ന് റെഡിയാക്കി ജനത്തിനും കൊടുത്തേക്കും. അപ്പം എന്ത് സംഭവിക്കും? വീണ്ടും വരും, ഉള്ളവന് വീണ്ടും കിട്ടും. അത് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തുമില്ല. അതങ്ങ് കൊടുത്തേക്കണം, ദൈവം തന്നെ താൻ കൊടുത്തേക്കണം. അപ്പോൾ വീണ്ടും കിട്ടിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അത് കുഴിച്ചിട്ടാൽ കുറച്ചാൾ കഴിയുമ്പോൾ കുഴിച്ച് തിരിച്ചെടുത്തിട്ട് ഉള്ളവന് കൊടുക്കും. താലത്തിൻ്റെ ഉപമയിൽ അങ്ങനെയാണേ. ഹല്ലേലൂയ. കുഴിച്ചിടരുത്, കൊടുത്തേക്കണം. കൊടുക്കും തോറും കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ഇറങ്ങുന്ന സമയത്താണ് എൻ്റെ അകത്ത് തെളിഞ്ഞത്, ഈ ലോകം മനുഷ്യനെ റിവേഴ്സ് ഗിയറിട്ട് കൊണ്ടുപോവുക. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ദൈവപുത്രൻ വന്നിട്ട് നമ്മളെ ഫോർവേഡ് ഗിയറിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പോവുക. സഹകരിക്കാൻ തയ്യാറുള്ളവരാണെങ്കിൽ, അനുസരിക്കാൻ തയ്യാറുള്ളവരാണെങ്കിൽ കൂടെ പോകാം, അല്ലെങ്കിൽ റിവേഴ്സ് ഗിയറിൽ പോയി നശിക്കാം. ഒരു വണ്ടി ഉണ്ടാക്കുന്ന റിവേഴ്സ് ഗിയറിൽ പോകാനല്ല, അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒന്ന് റിവേഴ്സ് എടുത്ത് അത് വീണ്ടും ഫോർവേഡ് പോകാനാണ്. ഇതേപോലെ ഞാനും നിങ്ങളും ദൈവം സൃഷ്ടിച്ച അവസ്ഥയിൽ നിന്ന് റിവേഴ്സ് പോകുന്നു. റിവേഴ്സ് പോകാനല്ല നമ്മളെ വിളിച്ചത്, ഫോർവേഡ് പോകാനാണ്. നമ്മളൊരു ബ്രിഡ്ജ് കയറി
അടുത്ത നാട്ടിൽ ചെല്ലണം, അടുത്ത ഏരിയയിൽ ചെല്ലണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഏത് ബ്രിഡ്ജ്? തോപ്പുംപടി ബ്രിഡ്ജാണോ, അതോ തേവരയോ, അതോ വല്ലാർപാടോ? ഇതൊന്നുമല്ല. നമുക്കൊരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിന്റെ പേരാണ് ഒരു സബത്ത് എന്ന് പറയുന്ന 7-ാം ദിവസത്തെ ബ്രിഡ്ജ്. 6-ാം ദിവസം സൃഷ്ടിച്ചവർ 7-ാം ദിവസം എന്ന ബ്രിഡ്ജിൽ കയറി നിത്യസബത്ത് അനുഭവത്തിലേക്ക് കയറേണ്ടതിന് പകരം 6-ാം ദിവസം സൃഷ്ടിച്ചവർ നേരെ തിരിച്ച് ബാക്കിലേക്ക് അടിച്ചു, പുറകിലേക്ക് പോന്നു, റിവേഴ്സ് കയറിട്ടോ, തല തിരിഞ്ഞു പോയി. ആറിൽ നിന്ന് 7 കയറേണ്ടതായിരുന്നോ? 7 കയറിയില്ല. ഏഴിൽ നിന്ന് 8 കയറണം. അത് നിത്യമാണ്. നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും. അവിടെ ദൈവത്തോടൊപ്പമുള്ള വാസമാണ്. അത് ഒരു ശബത്ത് ദിവസമല്ല, അതൊരു ശബത്ത് അനുഭവമാണ്. അതാണ് യഥാർത്ഥത്തിൽ സുവിശേഷം. ദൈവത്തോട് കൂടെയുള്ള ജീവിതം. കൂടെ വസിക്കുക എന്നുള്ളതാണ് ശബത്ത് എന്നതിൻ്റെ അർത്ഥം. കൂടെ വസിക്കുക, ദൈവത്തോട് കൂടെയുള്ള ജീവിതം. ഇതുകൊണ്ടാണ് ദൈവവചനം ഹെബ്രായ ലേഖനം അതിൻ്റെ 4:9 ഞാൻ ചിന്തിക്കുന്നു. അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവജനത്തിന് ഒരു സബത്ത് അനുഭവം ശിക്ഷിച്ചിരിക്കുന്നു. മോളെ മുമ്പോട്ടേക്ക് വന്നേ, എഴുന്നേക്ക്. അവിടെ തന്നെ മോളെ എഴുന്നേക്ക്. ഇങ്ങോട്ട് വാ, മുമ്പോട്ട് വന്നിരിക്കുക. Lord, I love you. Give it glory. ചെടി കയറി ഇങ്ങോട്ട് കയറി. അവിടെ ഫാനൊക്കെ ഉണ്ട്. Lord, I love you. ഇവിടെ ആകുമ്പോൾ എൻ്റെ അറ്റൻഷൻ കൂടുതലായിട്ട് കിട്ടും. നമ്മളുടെ ശ്രദ്ധ വേറെ എങ്ങും പോവില്ല. ഇനി ഇടയ്ക്ക് ഉറങ്ങണമെന്ന് തോന്നിയാണെങ്കിൽ ഞാൻ അവിടെ ഒന്ന് ചെവിക്ക് പിടിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് അതിവേഗം പിടിക്കുകയാണേ. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. ഇടത്തേക്കൊന്ന് വായിച്ചോളൂ. എബ്രായർ 4:9. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ജനത്തിന് എന്ത് ശേഷിച്ചിരിക്കുന്നു? ഒരു ശബത്ത് അനുഭവം. ഒരു സബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. അനുഭവം, സബത്ത് ഡേ അല്ല, അനുഭവം. ദൈവത്തോടു കൂടെ തുടർന്ന് വസിക്കുന്ന ഒരു അനുഭവം, സബത്ത് അനുഭവം. പറഞ്ഞ സബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. അപ്പൊ നമുക്കിത് കിട്ടിയിട്ടില്ല. ഏത് ജനത്തിനാ? ദൈവത്തിന്റെ ജനത്തിന്. മനസ്സിലായോ? ദൈവത്തിന്റെ ജനത്തിന്. ഹല്ലേലൂയ. ഗ്രൂപ്പായിട്ടാ പറയുന്നത്. ചില സമയത്ത് ബൈബിൾ ഇങ്ങനെ പറയാറുണ്ട്, ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. എന്നുവെച്ചാൽ ഒറ്റയ്ക്ക് ഒരാൾ. ഗ്രൂപ്പായിട്ട് പറയുമ്പോൾ ദൈവത്തിന്റെ ജനം. മനസ്സിലായോ? എന്തോ അങ്ങനെ പറയുന്നതിന്റെ കാരണം? ഓണർഷിപ്പ്. അവിടെ ഒരു മൊബൈൽ കിടക്കുന്നു. ആ മൊബൈൽ ആരുടെയാ? എൻ്റെയോ? അദ്ദേഹം പറയും എൻ്റെ മൊബൈലാന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞോ? ഞാൻ ചോദിച്ചത് മൊബൈൽ ആരുടേതാന്നാ. അതിൻ്റെ അർത്ഥം അത് എൻ്റേതല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു എൻ്റെ മൊബൈലാണെന്ന്. ആ വീട്ടിൽ വ്യത്യാസമുണ്ട്. ഓണർഷിപ്പ്. എൻ്റെ മൊബൈൽ. ഞാൻ പറഞ്ഞതിൽ ഓണർഷിപ്പ് ഇല്ല. അപ്പൊ ദൈവം പറയാണ്, ദൈവത്തിന്റെ ജനത്തിന് അതിൽ എന്നാ ഉണ്ട്? ഓണർഷിപ്പ് ഉണ്ട്. ദൈവത്തിന് മനുഷ്യനായുള്ളവേ അതിൽ എന്നാ ഉണ്ട്? ഓണർഷിപ്പ് ഉണ്ട്. മനസ്സിലായോ? ഹല്ലേലൂയ. ഇത് തിരിച്ചറിയണം. എൻ്റെ മോള്, എൻ്റെ മോൻ, എൻ്റെ വീട്, എൻ്റെ കാറ്, അല്ലേ? ഇതിലൊക്കെ ഓണർഷിപ്പ് ഉണ്ട്. ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ ഓണർഷിപ്പ് വെച്ചാ പറയണേ. ഓണർഷിപ്പ്. പക്ഷെ നമ്മളതൊന്നും മാനിക്കണമെന്നില്ല.
അപ്പൊ ദൈവത്തിൻ്റെത് ദൈവത്തിന് ഉപകാരപ്രദമായി തീരണം. ഇവിടെ പറയാനുള്ള ദൈവത്തിന്റെ ജനത്തിന് ഒരു സബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ആ സബത്ത് അനുഭവത്തിലേക്ക് പോകണമെങ്കിൽ ഒരു സബത്ത് ഡേ കയറി പോകണം. ഒരു സബത്ത് ഡേ കയറി പോകണം സബത്ത് അനുഭവത്തിലേക്ക്. ആ സബത്ത് ഡേ ആണ് പാലം, ബ്രിഡ്ജ്. ഹല്ലേലൂയ. ഒരു സബത്ത് അനുഭവം ശേഷിച്ചിരിക്കുക. അത് ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ച വെറുതെയിൽ തൃശ്ശൂർ പട്ടണത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് നിങ്ങൾ കേൾക്കുന്നുവെങ്കിലും ദൈവത്തിന്റെ വചനം പറയുകയാണ്, അത് നിങ്ങൾക്കാർക്കെങ്കിലും ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ തക്കവണ്ണം ഭയപ്പെടണം. അതിൻ്റെ മുകളിലത് പറയുന്നുണ്ട്. അപ്പോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പഠിച്ച പലതും ബൈബിൾ പ്രകാരം ശരിയല്ല. വൺ സേവ്ഡ് ഓൾവേസ് സേവ്ഡ്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എന്നേക്ക് രക്ഷിക്കപ്പെടും. അതിൻ്റെ ഉള്ളിലെ അർത്ഥം ഇതാണ്, സ്വർഗരാജ്യം ഉറപ്പാണ്, അല്ലേ? ഇവിടെ പറയാണ്, ദൈവത്തിൻ്റെ ജനത്തിന് അതിൽ ആർക്കെങ്കിലും അത് കിട്ടാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയപ്പെട്ടോളണം. കിട്ടിയോ ആ വചനം? അതിന് മുകളിൽ അതിൻ്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇത് മൊത്തം അത് തന്നെയാണ്. അതങ്ങ് വായിച്ചോ. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ, 1-ാം വചനമാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. മനസ്സിലായോ? ഈ ദൈവജനത്തിന് ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം എന്ത് ചെയ്യണം? ഭയപ്പെടണം. അതിന്റെ അർത്ഥം ഇത് ക്യാഷ്വലായിട്ട് എടുക്കരുത്. നിനക്ക് കിട്ടാതെ പോകാം. കാര്യമായിട്ട് എടുത്തോളണം. ക്യാഷ്വലായിട്ട് എടുക്കരുത്. ഇത്ര വലിയ രക്ഷയെ നീ ഗണ്യമാക്കാതെ പോയാൽ ശിക്ഷാവിധിയിലേക്ക് കയറും. അതുകൊണ്ട് ശ്രദ്ധിച്ചോളണം. ഇതാണ് എൻ്റെ സാരം. പിടുത്തം കിട്ടിയ ക്യാഷായിട്ട് എടുക്കരുത്. കർത്താവായ യേശുവിനോട് ഒരിക്കൽ ഒരു വ്യക്തിത്വം ചോദിച്ചത് ഇങ്ങനെയാണ്. ലൂക്കോസ് 13 നിത്യജീവൻ പ്രാപിക്കുന്നവർ, രക്ഷ പ്രാപിക്കുന്നവർ, സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നവർ ചുരുക്കമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത് ഭയങ്കര എളുപ്പമല്ലേ, ഒന്ന് കൈവയ്ക്ക് കാട് ഫില്ല് ചെയ്ത് ഒന്ന് മുങ്ങിയാൽ മതി, സംഭവം കയറുമല്ലോ എന്നല്ല പറഞ്ഞേ. പകരം കർത്താവ് പറഞ്ഞത് എങ്ങനെയാണ്? ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടണം. പലരും കടക്കാൻ നോക്കും, കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ജഡ്ജി പറയുകയാണ് പറ്റത്തില്ലെന്ന്, കയറാൻ പറ്റത്തില്ലെന്ന്. അപ്പോ യേശുക്രിസ്തു പറഞ്ഞ ചിന്ത നമ്മൾ മനസ്സിലാക്കണം. ആ ഭാഗം ഒന്നെടുത്തെങ്കിൽ വായിച്ചേ. ലൂക്കോസ് 13-ാം അധ്യായം 24-ാം വചനം. ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ. ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ. പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ല താനുമെന്ന് ഞാൻ നിങ്ങളോട് പറയും. കഴിയുകയില്ല താനുമെന്ന് ജഡ്ജിയായ ഞാൻ, കേറ്റുവിടുന്ന ഞാൻ, തിരസ്കരിക്കുന്ന ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. ദൈവജനത്തിനൊരു സബത്ത് അനുഭവം ശേഷിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവജനത്തിന് ആർക്കെങ്കിലും ഒക്കെ അത് കിട്ടാതെ പോയി എന്ന് വരാം. അതുകൊണ്ട് ഭയപ്പെട്ടോളണം. അപ്പൊ ശ്രദ്ധയോടുകൂടി വേണം. ഈ ലോകത്തെ അനുസരിച്ചൊഴുകരുത്. ലോകത്തിലെ മതങ്ങളെയോ സംഘടനകളുടെയോ ക്രിസ്ത്യൻ ഡിനോമിനേഷനെ അനുസരിച്ച് ഒഴുകരുത്. വിശുദ്ധ ബൈബിളിൽ യേശുവെ നോക്കി, യേശുവെ അനുഗമിച്ച് യേശുവിൻ്റെ പിന്നാലെ പോയി കൊള്ളണം. മനസ്സിലായോ? നമ്മൾ വീണ്ടും ജനനം കൊണ്ട് അവസാനിപ്പിച്ചു അല്ലേ? വീണ്ടും ജനിച്ച ആരാ പറഞ്ഞ അവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ? വീണ്ടും ജനനം എന്ന് പറയുന്നത് ഒരു നിമിഷത്തെ പ്രോസസ്സാണ്. ഒരു നിമിഷത്തെ പ്രോസസ്സ്. അത് സ്റ്റാർട്ടിംഗ് പോയിന്റ്, അടിസ്ഥാനം മാത്രമേ ഉള്ളൂ. എന്നാൽ യേശുക്രിസ്തു പറയുന്നറിയാമോ? നിങ്ങൾ ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ. ആ വീണ്ടും ജനനത്തോട് എന്ത് സ്റ്റാർട്ട് ചെയ്യുക? വീണ്ടും ജനനത്തോടുകൂടെ അനുഗമനം ആരംഭിക്കുകയാണ്. അനുഗമനമില്ലാത്ത വീണ്ടും ജനനം കൊണ്ട് എന്ത് പ്രയോജനം? വീണ്ടും ജനന അതോടെ അനുഗമനം ആരംഭിക്കുകയാണ്. യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഇനി യേശു ക്രിസ്തുവാണ് എൻ്റെ തല. ഞാനപ്പോ ആരായി? യേശു എൻ്റെ തലയാണെങ്കിൽ ഞാൻ ആരായി? യേശുവിൻ്റെ തലയല്ല, യേശുവിൻ്റെ ശരീരം. മനസ്സിലായോ?
അപ്പൊ നമ്മൾ ഇങ്ങനെ പറയരുത്, അത് ബൈബിളിൽ എങ്ങും പറഞ്ഞിട്ടില്ലല്ലോ യേശുവിന്റെ ശരീരമാണ് ഞാനെന്ന്. ബൈബിളിൽ പറയട്ടെ, അന്ന് ഞാൻ വിശ്വസിക്കാം. ഈ ബൈബിളിലൊരു പ്രത്യേകതയുണ്ട്, കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന് മഹത്വം, അത് ആരായുന്നത് രാജാക്കന്മാർക്ക് മഹത്വം. ഒരു കാര്യത്തിന്റെ പുറകിൽ വേറൊരു കാര്യം കൺസീൽഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ദൈവരാജ്യം ലോകത്തിന്റെ പുറകിൽ കൺസീൽഡാ, വയലിൽ ഒളിച്ചു വെച്ച നിധിയാ. മനസ്സിലാവുന്നുണ്ടോ? തലയുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ എന്നാ ഉണ്ട്? ശരീരവും അനുഗമിക്കുന്ന ശരീരവും ഉണ്ട്. ആ ശരീരമാണ് സഭ. സഭയിലെ ഓരോ വ്യക്തികളാണ് ഞാനും നിങ്ങളും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, പൗലോസ് പറയാണ്, ഞങ്ങൾ ക്രിസ്തുവിന്റെ അംബാസിഡേഴ്സ്. ഒരു പൊളിറ്റിക്കൽ ഭാഷയാണത്. അംബാസിഡേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എംബസിയും ഉണ്ട്. എംബസി അതിൽ മറഞ്ഞു കിടക്കുക. എംബസിയിലെ രാജ്യത്തിൻ്റെ പ്രധാന ഓഫീസാണ് മറ്റൊരു രാജ്യത്തിൽ. ഇന്ത്യയുടെ പ്രധാന ഓഫീസാണ് അബുദാബിയിൽ ഉള്ള ഇന്ത്യൻ എംബസി. ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുക. ആ എംബസിയിലെ ഓഫീസറാണ് അംബാസിഡർ ഇന്ത്യയിലെ. ഹല്ലേലൂയ. അപ്പോ ഒന്നിന്റെ പുറകിൽ ഒന്നും മറഞ്ഞു കിടക്കുന്നുണ്ട് വിശുദ്ധ ബൈബിളിൽ. അത് ദൈവത്തോട് തന്നെ ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന്റെ വചനം പറയുക, ഈ സബത്ത് അനുഭവം, ഇതാണ് സുവിശേഷം. ഈ സബത്ത് അനുഭവം എന്താ? ഈ സബത്ത് അനുഭവം എന്താ? ഈ സബത്ത് അനുഭവം ജോളിയെ കണ്ടതിൽ സന്തോഷം കേട്ടോ. കുറെ നാൾ കൂടിയിട്ടാ കണ്ടേ. ചേട്ടായി പറഞ്ഞു എറണാകുളത്ത് വരുമെന്നൊക്കെ. എനിഹോ കണ്ടില്ല, എവിടെയെങ്കിലും കണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചേ, എന്താ ഈ സബത്ത് അനുഭവം? ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത് ദൈവത്തോടു കൂടെയുള്ള ജീവിതം, ഇതാണ് സബത്ത് അനുഭവം. അതാണ് സുവിശേഷവും. യേശു പറഞ്ഞ സുവിശേഷം എന്താ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. അതിന്റെ അർത്ഥം ദൈവം ഇതാ ഉടമസ്ഥൻ, ഭൂമിയുടെ രാജാവായി. അന്ന് യഹോവ സർവ്വഭൂമിക്കും രാജാവായിരിക്കും. ബൈബിൾ പറയാണ്, സർവ്വഭൂമിക്ക് രാജാവായിരിക്കും. ഉടമസ്ഥൻ ഭൂമിയുടെ ഭരണം നേരിട്ട് ഏറ്റെടുക്കുവാൻ ഭൂമിയിലേക്ക് വരുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നീ മാനസാന്തരപ്പെട്ടാൽ നിനക്ക് ആ ദൈവത്തോടെ താമസിക്കുകയും ആ രാജ്യത്തിലാകുകയും ചെയ്യാം. ഇതാണ് സന്ദേശം. പിടുത്തം കിട്ടിയ അതിൻ്റെ ഒരു ഭാഗമാണ് യേശു കാൽവരിയിൽ മരിച്ചത്. അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗം. പാപനിമിത്തം നമുക്ക് കയറാൻ പറ്റാത്തത് കൊണ്ട് കാൽവരി ക്രൂശിലൂടെ തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ ജീവനുള്ള പുതിയ വഴിയെ തുറന്നു. ഓഫറിലേക്ക് കൊണ്ടുപോകാനുള്ള വഴിയാണ് അവിടെ തുറന്നത്. അല്ലാണ്ട് ആ വഴിയിൽ അവസാനിക്കുന്ന ഇന്നത്തെ ഡിനോമിനേഷൻ സംവിധാനം അല്ല ഇത്. വഴിയിലൂടെ ലക്ഷ്യത്തിലെത്തണം. ദൈവജനത്തിനൊരു സബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവത്തോടുകൂടിയുള്ള ജീവിതം. നമുക്കൊരു വാക്കിലൂടെ അങ്ങ് ഉറപ്പിച്ചാലോ? 1 തെസ്സലോനിയൻസ് 5-ാം അധ്യായം 9-10 വാക്യങ്ങൾ. 1 തെസ്സലോനിയൻസ് 5:9-10. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാൽ തന്നോട് കൂടെ ജീവിക്കേണ്ടതിന്. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാല് തന്നോട് കൂടെ ജീവിക്കേണ്ടത്. ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന്. ഒന്ന് പറഞ്ഞ, ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന്. ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന്. ഇനിയിപ്പോ നമ്മളുടെ കീ വാക്യമായിട്ട് കമ്പയർ ചെയ്താൽ ക്ലിയർ ആയി. ദൈവജനത്തിനൊരു സബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. അതെന്താണ്? ദൈവത്തോടുകൂടെ ജീവിക്കുക. പിടുത്തം കിട്ടിയ ദൈവത്തോടുകൂടെ ജീവിക്കുന്നതാണ് ഈ സബത്ത് അനുഭവം. ഹല്ലേലൂയ. ഇത് മനുഷ്യരോടുകൂടെ ജീവിച്ച് മനുഷ്യന്റെ ഐഡിയോളജി ഇട്ടിട്ട് വാദിച്ചിട്ട് കാര്യമില്ല. ദൈവം നമ്മളെ വിളിച്ചത് ദൈവത്തോടുകൂടെ ജീവിക്കാനാണ്. ആത്മാവാകുന്ന ദൈവത്തോടുകൂടെ ജീവിക്കാനാണ്. പിടുത്തം കിട്ടിയോ? എൻ്റെ പ്രിയ മക്കളെ, ഞാൻ സന്തോഷ വാർത്ത പറയട്ടെ. അതിൻ്റെ പെർഫെക്ഷനല്ല, 100% പെർഫെക്ഷനാണ് പറയുന്നത്. അത്ര ഒന്നും കാത്തിരിക്കേണ്ടെന്നേ. നമുക്ക് ഇന്നേ ദൈവത്തോട് ജീവിക്കാം. മനസ്സിലായോ? ഇല്ല ബ്രദറെ, അതൊന്നും പറ്റില്ല ബ്രദറെ. ആരാ പറഞ്ഞ ബ്രദറെ? വിശുദ്ധ യോഹന്നാൻ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഞങ്ങളുടെ കൂട്ടായ്മ ജോസഫേട്ടനോടും ഏലിക്കുട്ടിയോടും മിനിക്കുട്ടിയോടും ആണെന്നാണോ? അല്ല,
ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും പിതാവിന്റെ പുത്രനായ ക്രിസ്തുവോടും കൂടെയാണ്. അപ്പൊ തന്നെ ഞങ്ങളുടെ മിനിക്കുട്ടിയോടും ഏനിക്കുട്ടിയോടും ജോസഫേട്ടനോടൊക്കെ കൂട്ടായ്മയുണ്ട്. ആ ദൈവത്തിന്റെ കൂട്ടായ്മയിൽ കണ്ടതും കേട്ടതും, പണ്ടൊരു പ്രോഗ്രാം ഉണ്ട് കണ്ടതും കേട്ടതും, ഇപ്പൊ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ആ ദൈവത്തിന്റെ കൂട്ടായ്മയിൽ കണ്ടതും കേട്ടതും ഞങ്ങൾ ഭൂമിയിലുള്ള ഏലിക്കുട്ടിയോടും മിനിക്കുട്ടിയോടും ജോക്കപ്പേട്ടനോടൊക്കെ അറിയിക്കുന്നു. നിങ്ങൾ അതിൽ നടന്നാൽ നിങ്ങൾക്കും ഞങ്ങളോട്, പിതാവിനോടും പുത്രനോടും യോഹന്നാനോടും കൂട്ടായ്മയുണ്ട്. പിടുത്തം കിട്ടിയ ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലായോ? നമ്മൾ ഇവിടുന്ന് മരിച്ച് എല്ലാം കഴിഞ്ഞ് 1000 വർഷ ഭരണത്തിൻ്റെ ശബത്തും കഴിഞ്ഞ് ശബത്ത് ഡേയും കഴിഞ്ഞ് അതിൻ്റെ അപ്പുറം കയറുന്നതിന് മുമ്പ് തന്നെ നമുക്കിപ്പോൾ ദൈവത്തോട് വസിക്കാം. പിടുത്തം കിട്ടിയോ? കാരണം നാം അവിടെ വീണ്ടും ജനിച്ചു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു. പിടുത്തം കിട്ടിയ? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാ. നാം അവിടെ വീണ്ടും ജനിച്ചു. അപ്പൊ പുതിയ പൗരത്വത്തിൽ പുതിയ സൃഷ്ടിയിൽ ജീവിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. അപ്പോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ആ ഒരു തിരിച്ചറിവ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കണം. ഈ തിരിച്ചറിവ് പ്രാപിച്ച് ഈ പൗരത്വത്തിൽ മാത്രം ജീവിച്ച്, ഈ ഭൂമിയിലെ പൗരത്വത്തിൽ മാത്രം ജീവിച്ച്, ഈ പൗരത്വത്തിലെ മാത്രം നന്മയിൽ നാം പ്രതീക്ഷിച്ചിരുന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നീ സകല മനുഷ്യരിലും അരിഷ്ടനാണ്. അരിഷ്ടനാണ്. ഹല്ലേലൂയ. വായിച്ച 1 കൊരിന്ത്യർ 15:19. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഹല്ലേലൂയ. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും, എല്ലാ മനുഷ്യരിലും അരിഷ്ടര. കാരണം സുബോധം പ്രാപിക്കാൻ വേണ്ടിയാണ് നാം എന്ന ഈ ഗ്രൂപ്പിനെ ഉണ്ടാക്കിയത്. ആരാ ഈ നാം? ദൈവത്തിന്റെ ജനം. ലോകമക്കൾ വേറെയുണ്ട്. നാം യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച നാം ഈ ആയുസ്സിൽ മാത്രമാണ് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്ര. കാരണം ക്രിസ്തുവിനെ തന്നത് റിവേഴ്സ് ഗിയറിൽ നിന്ന് ഫോർവേഡ് ഗിയറിലേക്ക് പോകാൻ വേണ്ടിയാ. തലതിരിഞ്ഞ ലോകത്ത് നിന്ന് ശരിയായ ലോകത്തിലേക്ക് പോകാൻ വേണ്ടിയാ. നമ്മൾ ക്രിസ്തുവിനെ വെച്ച് ഈ തലതിരിഞ്ഞ ലോകത്തെ ധാരാളം ഭക്തിമാർഗങ്ങളുണ്ട്. മതങ്ങളെന്നാണ് പേര്. ആ കൂട്ടത്തിൽ ഒന്നിലേക്ക് ഇതിനെയും കൊണ്ടുവച്ച് അവയെല്ലാം പറയുന്നത് ഈ ലോകത്തിലെ ഉദ്ദിഷ്ട കാര്യം, മനുഷ്യൻ ആഗ്രഹിച്ച കാര്യം നടത്തിത്തരുന്ന അനേക ദൈവങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ചിലരെ ഏറ്റവും വലിയ ദൈവമായി ക്രിസ്തുവിനെ കരുതി അതേ രീതിയിൽ സ്വീകരിക്കുന്നു. പക്ഷെ വിശുദ്ധ ബൈബിൾ പ്രസന്റ് ചെയ്യുന്നത് അങ്ങനെയല്ല. തലതിരിഞ്ഞ ലോകത്ത് നിന്ന്, റിവേഴ്സ് ഗിയറിൽ പോകുന്ന ലോകത്ത് നിന്ന് ഫോർവേഡ് ഗിയർ ഇട്ട് ദൈവം ആഗ്രഹിക്കുന്ന ശരിയായ ലോകത്തിലേക്ക്, നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയിലേക്ക് നമ്മളെ 7-ാം ദിവസത്തെ സബത്ത് ബ്രിഡ്ജ് കഴിഞ്ഞ് കൊണ്ടുപോവുക. മനസ്സിലായോ? പകരം നമ്മൾക്ക് എന്ത് പറ്റി? നമ്മൾ നേരെ റിവേഴ്സ് ഇട്ട് പുറകിലേക്ക് ഇങ്ങ് പോകുന്നു. 6-ാം ദിവസം ശ്രദ്ധിക്കുക, 6-ാം ദിവസം ദൈവം മറ്റ് 5 ദിവസങ്ങളും ദൈവം പലതും ഉണ്ടാക്കി എല്ലാ മനുഷ്യർക്ക് വേണ്ടി. 6-ാം ദിവസം ആദ്യ പകുതിയിൽ ദൈവം എന്താ ഉണ്ടാക്കിയെന്ന് അറിയോ നിങ്ങൾക്ക്? 6-ാം ദിവസം ആദ്യ പകുതിയിൽ ദൈവം എന്താ ഉണ്ടാക്കിയേ? വീട്ടിൽ പോയി ബൈബിൾ വായിക്കുക കേട്ടോ. 6-ാം ദിവസം ആദ്യ പകുതിയിൽ ദൈവം എന്താ ഉണ്ടാക്കിയേ? മൃഗങ്ങളെ ഉണ്ടാക്കി. ഓക്കേ, ഹല്ലേലൂയ. 6-ാം ദിവസം ആദ്യ പകുതിയിൽ ദൈവം എന്തുണ്ടാക്കി? മൃഗങ്ങളെ ഉണ്ടാക്കി. അടുത്ത പകുതിയിലോ, ഉച്ച കഴിഞ്ഞിട്ടുള്ള പകുതിയിലോ മനുഷ്യനെ ഉണ്ടാക്കി. മനസ്സിലായോ? മനുഷ്യനെ ഉണ്ടാക്കിയതോടുകൂടെ ദൈവം സന്ധ്യയായി ഉഷസായി എന്നും പറഞ്ഞുകൊണ്ട് സബത്ത് റെഡി. അപ്പൊ മനുഷ്യന്റെ ആദ്യത്തെ ദിവസം ഏതാ? 6-ാം ദിവസം സെക്കൻഡ് ഹാഫ് നോക്കിയാൽ വൈകിട്ടാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. മനുഷ്യൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതാ 7-ാം ദിവസം തുടങ്ങി. 7-ാം ദിവസം തുടങ്ങിയപ്പോൾ മനുഷ്യനെ കാണുന്ന ആദ്യ ദിവസം ഏതാ? പിന്നെ ആദ്യ ദിവസമാണ് സബത്ത് ദിവസം. മനസ്സിലായോ?
പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇതാ മനുഷ്യൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ ദൈവം ലീവ് എടുത്തു. പലപ്പോഴും പറയാറില്ലേ, എന്താടോ ഇന്ന് നിങ്ങളെ കണ്ടില്ലല്ലോ, ഒരു സന്തോഷ വാർത്തയുണ്ട്, എനിക്ക് കുഞ്ഞ് ജനിച്ചു, അതുകൊണ്ട് ഇന്ന് ഞാൻ ലീവാ. അപ്പൊ ആദ്യമായിട്ട് ലീവ് എടുത്ത ആളുടെ പേരെന്താ? ദൈവം. മനസ്സിലായോ? അതുകൊണ്ട് ഇനി നിങ്ങൾ ലീവ് എടുക്കാൻ പോകരുത്. കേരളത്തിലുള്ളവരെ കുറിച്ച് ഗൾഫിലൊക്കെ പറയണ നിത്യ ലീവാണ്. മനസ്സിലായോ? ഹല്ലേലൂയ. നിത്യ ലീവാ. ഒന്നില്ലെങ്കിൽ അവൻ പറയും ആരെങ്കിലും മരിച്ച്, തിങ്കളാഴ്ച പിന്നെ അവനെ കാണത്തില്ല, ചൊവ്വാഴ്ച വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം കാണത്തില്ല. ചോദിക്കുമ്പോൾ പറയും ഇന്ന് മരണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ഇവനെ പിന്നെയും കാണത്തില്ല. ഇപ്പൊ പറയും കല്യാണം ഉണ്ടായിരുന്നു. അങ്ങനെ 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 ചിലർ, ഞാൻ ഇന്ന് ഈ പ്രാവശ്യം ചെന്നപ്പോഴും ചില കംപ്ലൈന്റ് കേട്ടു, എപ്പോഴും അങ്ങ് ലീവാ, അടുത്ത് തന്നെ ചീട്ട് കീറുമെന്നാ തോന്നണേ. മനസ്സിലായോ? അപ്പോ ദൈവം ലീവ് എടുത്തത് മനസ്സിലാക്കുക. തൻ്റെ കുഞ്ഞ് ജനിച്ചു, ആദം. ദൈവത്തിന്റെ വചനം പറയാ, ആദത്തെ ചിലതൊക്കെ പഠിപ്പിക്കാനാ. മോനെ മനുഷ്യ, ആദമേ, എൻ്റെ മോനെ, നിന്റെ ജീവിതം സക്സസ് ആകണമെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ കൂടെ ഇരിക്കണം. മനസ്സിലായോ? ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ കൂടെ ഇരിക്കണം. അതിൻ്റെ പേരാണ് സബത്തിന്റെ. എന്നിട്ട് ബാക്കി 6 ദിവസം നീ പൊക്കോ, നീ സക്സസ് ആയിരിക്കും. ഹല്ലേലൂയ. ആദ്യത്തെ ദിവസം എൻ്റെ കൂടെ ഇരിക്കണം. ഈ ആ ദിവസം പണിയുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നും പറഞ്ഞൊന്നും പോകരുത്. ആദ്യമേ ദൈവത്തോട് കൂടെ. ഇതൊരു സന്ദേശമാണ്. മനസ്സിലായോ? ഹല്ലേലൂയ. ദൈവം നമുക്ക് വില കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാ ദൈവം ആദ്യം തന്നെ പണിയൊക്കെ നിർത്തി ലീവ് എടുത്തത്. അപ്പൊ നിങ്ങൾക്ക് അന്ന് മുതലേ പണി നിർത്തിയിരിക്കുക ഇല്ലെന്നേ, അത് കഴിഞ്ഞ് വീണ്ടും പണിയാൻ തുടങ്ങിയെന്നേ. എന്താ ഉറപ്പ്? യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞു, എൻ്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ വിചാരിക്കരുത് ദൈവം പണി നിർത്തിയല്ലോ അതുകൊണ്ട് ഞാനും പണി നിർത്തണ്ട. നീയും പണിതോ. ഹല്ലേലൂയ. അപ്പോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? നമുക്ക് 6-ാം ദിവസത്തെ ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ വൈകിട്ട് നമ്മളെ സൃഷ്ടിച്ചു. ദൈവം ആഗ്രഹിച്ചത് 7-ാം ദിവസം എന്ന ദൈവത്തോടു കൂടെ വസിച്ചിട്ട് 8-ാം ദിവസം കയറ്റിവിടാനാണ് ആഗ്രഹിച്ചത്. 8-ാം ദിവസം ആ ഭാഗത്തേക്ക് കയറ്റിവിടണം എന്നാണ് ആഗ്രഹിച്ചത്. അത് നിത്യമായ ദൈവത്തോടു കൂടെയുള്ളൊരു ലെവലാണ്. അത് നമ്മൾ നേരത്തെ കേട്ടത്. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും ദൈവത്തോട് കൂടെ വസിക്കേണ്ടതിന്. ആരോട് കൂടെ വസിക്കേണ്ടതിന്? ദൈവത്തോട് കൂടെ വസിക്കും. നമ്മളൊന്ന് പറഞ്ഞേ, എന്തിനാണ് ദൈവത്തോട് കൂടെ വസിക്കേണ്ടതിന്? ഏതാ വാക്യം അറിയോ? അറിയില്ല അല്ലെ? 1 തെസ്സലോനിയൻസ് 5-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം. മനസ്സിലായോ? അത് വരയിട്ട് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് അത് ഇരുന്ന് ധ്യാനിക്കണം. അവിടെയാണ് നമ്മുടെ ഉള്ളിൽ മാറ്റം സംഭവിക്കുന്നത്. കാരണം സുവിശേഷത്തിന്റെ ശക്തി അതാ. അതിലേക്ക് നമ്മളെ ക്ഷണിച്ചിരിക്കുക, ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന്, ദൈവത്തിന്റെ മക്കളായി. ഹല്ലേലൂയ. അത് പുറകിലുള്ളതല്ല, അത് മുമ്പിലുള്ളതാ. എന്നാൽ നമ്മൾ റിവേഴ്സ് ഗിയറിട്ട് കൊണ്ടുപോയി നമ്മളെ ആ 6-ാം ദിവസത്തിൽ നിന്ന് 7-ലേക്ക് കയറ്റുന്നതിന് പകരം നമ്മളെ 6-ൽ നിന്ന് വലിച്ച് പുറകിലേക്ക് മൃഗത്തിലേക്ക് കൊണ്ടുപോയി. മൃഗത്തിലേക്ക്. മാനത്തോടെ സൃഷ്ടിച്ച മനുഷ്യൻ വിവേകശൂന്യനായി നശിച്ചു പോകുന്ന മൃഗത്തോട് സമനായി പുറകിലേക്ക് പോയി. റിവേഴ്സ് ഗിയറിട്ടു. മനസ്സിലായോ? അവിടെ നിന്ന് സബത്ത് ഡേയും കഴിഞ്ഞ് സബത്ത് അനുഭവത്തിലേക്ക് കയറേണ്ടതിന് പകരം പുറകിലേക്ക് പിടിച്ചു. ഹല്ലേലൂയ. 49:20 വായിച്ച്. സങ്കീർത്തനം 49:20 വചനം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകശൂന്യനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. ഇന്ന് മനുഷ്യനെ നോക്കിയേ, ഒക്കെ നശിച്ചു പോവല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? മനുഷ്യനെ നോക്കിയേ, എല്ലാം ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ നശിച്ചു പോവല്ലേ? എല്ലാം ഇവിടെ നിന്ന് മരിച്ചു പോവല്ലേ? സാത്താൻ വരുന്നതേ അറക്കുക, മുടിക്കുക, നശിപ്പിക്കുക. മനസ്സിലായോ? അവൻ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അറുത്തു. അതോടുകൂടെ മനുഷ്യൻ മുടിയാൻ തുടങ്ങി. അവസാനവും നശിക്കും. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ,
ഇതുകൊണ്ടാണ് ഈ ലോകത്ത് എപ്പോഴും ഒരു അൺട്രസ്റ്റ്. ഈ മനുഷ്യൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇവന്റെ ചിന്ത എന്ന് പറയുന്നത് ഇവളെ വേട്ടയാടുന്ന അനേക ചിന്തകളാണ്, ഭാരപ്പെടുന്ന അനേക ചിന്തകളാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എങ്ങനെ ഞാനിത് ഹാൻഡിൽ ചെയ്യും, ആ ചിന്ത തന്നെ തെറ്റിപ്പോയി. കാരണം ഇപ്പൊ അവനാ ഹാൻഡിൽ ചെയ്യണത്. ചിന്താഗതിയിൽ തന്നെ നമ്മൾ തിരിച്ചു പോന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടോ? കാരണം കർത്താവിന് സ്തോത്രം ചെയ്തേ. എല്ലാവരും ഒന്നുകൂടെ കൈ ഇങ്ങനെയല്ല ഉയർത്തേണ്ടത്, ഇതിങ്ങനെ, ഇങ്ങനെ, അങ്ങനെ. ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കുമ്പോഴൊക്കെ പൂർണ്ണമായിട്ടുള്ളത് കൊടുക്കുക. ഹല്ലേലൂയ. അപ്പോ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുക, എൻ്റെ ഹൃദയത്തെ തുറക്കണമേ, സത്യം അറിയുക, എനിക്ക് കൃപ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അത് നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റായ ഘടകമാണ്. യഥാർത്ഥത്തിൽ ദൈവമാണ് നമ്മളുടെ എല്ലാ വിഷയങ്ങളും ഹാൻഡിൽ ചെയ്യേണ്ട ആള്. പിടുത്തം കിട്ടിയോ? ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിന്റെ സകല ചിന്താകുലവും നീ തന്നെ അങ്ങ് ചുമന്നു. ഏതാ വാക്യം? അപ്പോൾ നിങ്ങൾ റെഫറൻസ് ഒക്കെ പറയാൻ മിടുക്കന്മാരാ. ഞാൻ അങ്ങനെ ഒരു വാക്യം ബൈബിളിൽ കണ്ടിട്ട് പോലും ഇല്ല. മനസ്സിലായോ? ഞാൻ എന്നാ പറഞ്ഞേ? നിന്റെ സകല ചിന്താകുലവും നീ തന്നെ ചുമന്നുകൊള്ളുക. അങ്ങനെ ഒരു വാക്യം ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു വാക്യമേ ഇല്ല. പക്ഷെ നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കണേ? നമ്മളതൊക്കെ നമ്മൾ തന്നെ നോക്കുക. കാരണം നമ്മുടെ ഉടമസ്ഥത നമുക്കാ. ദൈവത്തിന്റെ ജനമല്ല, നാം നമ്മുടെ തന്നെ ജനമാ. എവിടെ? നമ്മുടെ ചിന്താഗതിയിൽ. നമ്മൾ റിവേഴ്സ് ഗിയറിട്ട് പോയി. പക്ഷെ ദൈവത്തിന്റെ വചനം പറഞ്ഞു, നിന്റെ സകല ചിന്താകുലം എന്റെ മേൽ ഇട്ടുകൊള്ളുവേൻ. എന്താ കാര്യം? ഞാൻ നിനക്കായി കരുതുന്നതാകിയാൽ. വായിച്ചേ, 1 പത്രോസ് 5-7 അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവേൻ. കേട്ടോ നിങ്ങളെ? ആര് കരുതുന്നു? നമ്മുടെ തല. എല്ലാവരും എന്നെ നോക്കിയേ. അല്ല, മോസസ് പാസ്റ്റർ പുറകിലൊരു സഹോദരൻ ഇരിക്കുന്നുണ്ട്. എനിക്ക് മോഹം കാണാൻ വയ്യ, വെച്ച് കാണത്തക്ക രീതിയിലിരുന്നേ. അപ്പോഴാണ് നമുക്ക് ആ ഇൻട്രാക്ഷൻ കിട്ടത്തുള്ളത്. ഇവിടെ പറയാണ്, മോസസ് പാസ്റ്റർ വീണ്ടും മറഞ്ഞു. അദ്ദേഹം മറിഞ്ഞ് കറക്റ്റായിട്ടിരുന്നു, മോസസ് പാസ്റ്റർ മറച്ചു. ഓക്കെ, ശ്രദ്ധിക്കുക. എൻ്റെ പേരെന്താ? ഹരി അല്ലേ? ശ്രദ്ധിക്കേ. നിങ്ങൾ ആരായാലും എൻ്റെ പൊന്നു, ആരോ വെള്ളം എടുത്തു തന്നു. എൻ്റെ വലം കൈ നീട്ടി അതെടുത്തു. ആരാ ഇതൊക്കെ ഓർമ്മിപ്പിക്കണേ? തലയാ. അപ്പൊ തല കരുതി
അങ്ങനെ വലങ്കൈ കൊണ്ട് വെള്ളം എടുത്തു. എനിക്ക് ഈ വചനം പറയുന്ന ആളുകളെ വലിയ ഇഷ്ടമാണ്. അപ്പം ഞങ്ങളുടെ അവിടെ ദുബായിൽ ചർച്ചിൽ ട്രിനിറ്റി ചർച്ച് എന്ന് പറയുന്ന ഒരു ചർച്ചുണ്ട്. ട്രിനിറ്റി ചർച്ച്. അതിൽ ധാരാളം ചർച്ച് കോമ്പൗണ്ട്, ആ ചർച്ച് കോമ്പൗണ്ടാണ്. ധാരാളം ഹോളുകളുണ്ട്. ഈ ഹോളുകൾ ഓരോരുത്തരും 2 മണിക്കൂർ, 2.5 മണിക്കൂർ, 3 മണിക്കൂർ വാടകയ്ക്ക് എടുക്കും. അപ്പോൾ ഒരു ഗ്രൂപ്പ് കഴിയുമ്പോൾ അടുത്ത ഗ്രൂപ്പ് കയറും, ഒരു ഗ്രൂപ്പ് കഴിയുമ്പോൾ അടുത്ത ഗ്രൂപ്പ് കയറും. അപ്പോൾ കേരളത്തിലെ ഒരു ഫേമസ് ആയിട്ടുള്ള അന്ന് ഞാൻ ആത്മീയമണ്ഡലത്തിൽ വളരുകയാണ്. ഫേമസ് ആയിട്ടുള്ള ഒരു ശുശ്രൂഷകൻ വന്നു. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഒരു രസം തോന്നി. അദ്ദേഹം മൊത്തം പ്രാസം വെച്ചാൽ പറയുക, താ തുടങ്ങിയാൽ മൊത്തം തായായിരിക്കും. എനിക്ക് നല്ല രസം തോന്നി. പാ പറഞ്ഞാൽ മൊത്തം പായായിരിക്കും, കാ പറഞ്ഞാൽ മൊത്തം കായിട്ട് വിടും. അപ്പം ഞാൻ രാവിലെ സൺഡേ ചർച്ചിൽ ചെന്നിട്ട് ഞങ്ങളുടെ ചർച്ചിൽ പുള്ളിയായിരുന്നു പ്രസംഗിക്കാൻ കയറിയ ആളുടെ പേര് പറയുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ പ്രസംഗിക്കാൻ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അടുത്തത് എവിടെയാണ് മീറ്റിംഗ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അടുത്ത ഹോളിലാന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കയറി. അപ്പോൾ അദ്ദേഹം അടുത്തൊരു മെസ്സേജ് ഇട്ടു. അതിലും കുറേ തായും പായൊക്കെ കേട്ട് എനിക്ക് നല്ല രസം തോന്നി. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു അടുത്ത മെസ്സേജ് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇന്ന ഹോളിലാന്ന് പറഞ്ഞു. ഞാൻ കൂടെ കയറി. കാരണം എനിക്കിത് കേൾക്കാൻ വലിയ താല്പര്യം. അത് കഴിഞ്ഞ് അദ്ദേഹം അടുത്ത് ഇറങ്ങി. അപ്പം ഞാൻ ചോദിച്ചു അടുത്ത മെസ്സേജ് എവിടെ? അപ്പം ഇന്ന ഹോളിലാന്ന് പറഞ്ഞിട്ട് എന്നോട് കൂടെ പറഞ്ഞു, ഇനി മോൻ പൊക്കോ. അപ്പം എനിക്ക് മനസ്സിലായി സ്റ്റോക്ക് തീർന്നു. കാരണം ഇനിയും ഞാൻ കയറിയ റിപ്പീറ്റേഷൻ ഇടും. ആവർത്തനം വരുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത്ര ഉള്ളൂല്ലേ കയ്യിൽ. മനസ്സിലായോ? അപ്പോൾ ഇത് ഞാൻ മാത്രമല്ല, മറ്റു പലരും പറഞ്ഞ് തിരിച്ചറിഞ്ഞതാ. ഇവരുടെ കയ്യിലൊരു 3-4 സ്റ്റോക്ക് ഉണ്ടാവും. ഇതങ്ങ് വിടും. അതിൽ കുറേ തായും പായും ഒക്കെ ഉണ്ടാവും. ഇത് കേൾക്കുമ്പോൾ മനുഷ്യനൊരു രസം. മനസ്സിലാവുന്നുണ്ടോ? വലിയ ഗുഹയുടെ മുമ്പിൽ വലിയൊരു കല്ല് ഉരുട്ടി വെച്ചു. അങ്ങനെ വലിയൊരു മാലാഖ വന്നു. അപ്പോൾ വായിട്ടടിച്ച് ഇങ്ങനെ സ്പീഡിൽ പറയുമ്പോൾ മനുഷ്യനൊരു രസം. അപ്പോൾ മനുഷ്യനറിയാതെ അവൻ ഇമോഷണൽ അവൻ്റെ ഫീലിംഗ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്നൊക്കെ ആയിരിക്കും അവൻ്റെ ഫീലിംഗ് വരുന്നത്. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ടെൻഷൻ അടിക്കുക. കാരണം ഇത് തന്നെയല്ലേ, എന്തെങ്കിലും ഒരു പൈസയുടെ ആവശ്യം വന്നു, ഇതാ ഒരു 5 ലക്ഷം രൂപയുടെ ആവശ്യം വന്നു, നമ്മുടെ ബാങ്കിലേക്ക് നോക്കിയപ്പോൾ അതില്ല. ഉടനെ എന്തായി? ടെൻഷനായി. ആ മുമ്പിൽ ആവശ്യം വരുമ്പോൾ അത് നമ്മുടെ കയ്യിലില്ലെങ്കിൽ എന്തായി? ടെൻഷനായി, ആകുലമായി. നമ്മുടെ കയ്യിലില്ല, കൊടുക്കാനത് നമ്മുടെ കയ്യിൽ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ വിഷമമായി, സങ്കടമായി. എന്നാൽ നീ ഫോർവേഡ് ലോകത്തിലേക്കൊന്ന് പോയേ, ശരിയായ ലോകത്തിലേക്കൊന്ന് ഡയറക്ഷൻ പിടിച്ചേ, നിനക്ക് ടെൻഷൻ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഹല്ലേലൂയ. എന്ത് സംഭവിച്ചാലും നിന്റെ ചിന്ത എന്നറിയാമോ? എല്ലാം തിരിക്കണത് എൻ്റെ പപ്പയാ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാ നന്മയും വിഷയങ്ങളും ഒക്കെ നന്മയ്ക്കായിക്കൂടെ വ്യാപരിപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതാണ് നമ്മൾ വ്യക്തതയോടെ തിരിച്ചറിയേണ്ട കാര്യം. ഈ ഒരാഴ്ച മുഴുവൻ സന്ദേശം അറിയിച്ചുകൊണ്ടിരുന്നു. റിട്രീറ്റ് സെന്ററിലും പലയിടത്തും ഇനി സന്ദേശം അറിയിക്കാനുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം, ഇവിടെ ഇന്ന് രാവിലെ സന്ദേശം അറിയിക്കണം,
ഭാരപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് സന്ദേശം കിട്ടി, എന്താ പറയണ്ടേന്നുള്ളത്. ഞാൻ നിങ്ങൾക്കായി കരുതിയിരിക്കുന്നു. മനസ്സിലായോ? ഇത് നിങ്ങൾ ഈ തൃശ്ശൂർ ജനത്തിന് വേണ്ടി, ഈ ശബ്ദ കാഴ്ചപരിധിയിൽ തുടർന്ന് കേൾക്കാനുള്ളവർ, ഇപ്പോൾ കേൾക്കുന്നവർക്ക് തുടർന്ന് കേൾക്കാനുള്ളവർക്കും വേണ്ടി ദൈവം കരുതിയിരിക്കുന്നതാ. അടുത്ത കിട്ടിയോ? അത് ദൈവം നമുക്ക് തന്നിരിക്കും. ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്നിരിക്കും. നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ മതി, ദൈവം നമുക്ക് തന്നിരിക്കും. നാം റിവേഴ്സ് ഗിയർ ഇടുമ്പോഴാണ് പ്രശ്നം വരുന്നത്. റിവേഴ്സ് ഗിയർ ഇട്ടാൽ അതിന്റെ അർത്ഥം ഭയമാണ്, ഭയം. ഹല്ലേലൂയ. റിവേഴ്സ് ഗിയർ ഇട്ടാൽ എന്താണ്? ഭയമാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ച്, സരോജിനി ഇപ്പുറത്തിരുന്നേ. ആ കൊച്ചിടയ്ക്ക് ഉറങ്ങുകയാണെങ്കിൽ ഒരു കുത്തു കൊടുത്തോളൂ കേട്ടോ. ആ മോളെ, കുഴപ്പമില്ലല്ലോ, ഈ സൈഡിൽ കുഴപ്പമില്ലല്ലോ, ഇല്ലേ? അവിടെ കുത്തിയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ആ കുത്താതിരിക്കണമെങ്കിൽ ഉറങ്ങാതിരിക്കണം കേട്ടോ. ആ ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളല്ല ചുമക്കേണ്ടത്, ദൈവമാണ് ചുമക്കേണ്ടത്. പക്ഷെ നമ്മൾ ചുമക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ചുമന്നിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കി വയ്ക്കും. ഹല്ലേലൂയ. എന്നാൽ റിവേഴ്സ് ഗിയറിൽ ഇടുന്നതിന് പകരം ഫോർവേഡ് ഗിയർ ഇടുക. ഇതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. ഞാനൊരു കാര്യം ചെയ്യുക, പിൻപിലുള്ളത് അങ്ങ് മറക്കാൻ പോവുക. ഫോർവേഡ് ഗിയർ ഇട്ട് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി പോകാൻ പോവുക. അപ്പൊ മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കണമെങ്കിൽ ഏത് ഗിയർ ഇടണം? ഫോർവേഡ് ഗിയർ ഇടണം. പകരം നമ്മൾ ഏതെങ്കിലും വെച്ച് തന്നെ റിവേഴ്സ് ഗിയർ ഇട്ടു. നമ്മുടെ മൂത്ത അപ്പപ്പ റിവേഴ്സ് ഗിയർ ഇട്ടു. അങ്ങനെ നമ്മളെല്ലാം പുറകിലേക്ക് കൊണ്ടുവന്നു. മാനത്തോടെ സൃഷ്ടിച്ചതായിരുന്നു, നമ്മളെല്ലാം പുറകിലേക്ക് കൊണ്ടുവന്നിട്ട് ഉള്ള തേജസ്സും കളഞ്ഞ്, ഇല്ലേ? പലരും പറയാറില്ലേ, എടോ 19 ഏക്കറൊക്കെ ഉണ്ടായിരുന്ന കേട്ടേക്കണ പണ്ട്. പക്ഷെ ഇപ്പം എല്ലാം വിറ്റ് മുടിച്ച് 4 സെന്റ് സ്ഥലത്തിലൊരു വീട് മാത്രമേ ഉള്ളൂ. അതും ഇപ്പോൾ പണയത്തിലാന്നാ കേട്ടെ. ഇതാണ് നമ്മുടെ അവസ്ഥ. മനസ്സിലായോ? അന്ന് ജനിപ്പിച്ചപ്പോൾ തേജസ് ഉണ്ടായെന്നൊക്കെയാ കേട്ടേക്കണേ. വസ്ത്രമൊന്നും വേണ്ടായിരുന്നു, തേജസ്സിന്റെ ഉടുപ്പായിരുന്നു എന്നൊക്കെ കേട്ടെ. ഭയങ്കര ജ്ഞാനമായിരുന്നൊക്കെ കേട്ടെ. ഇപ്പോ കണ്ണ് തുറന്ന് മിഴിപ്പിച്ചിരുന്നാൽ എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. ഇങ്ങനെ മിഴിച്ചിരിക്കണത് കാണാം, പക്ഷെ എന്താ അകത്തേക്ക് ഇട്ടത് ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാം പുറകിലേക്ക് പോയി. അപ്പോൾ റിവേഴ്സ് ഗിയർ ഇട്ടു, തേജസ് പോയി, എല്ലാം പോയി. മാനത്തോടെ സൃഷ്ടിച്ച മനുഷ്യൻ നേരെ മൃഗം 5-ാം ദിവസം ആദ്യമാണ് സൃഷ്ടിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത് ഏറ്റവും അവസാനം. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ അർത്ഥം ഇതിന്റെയൊക്കെ മുകളിൽ നീയാണ് അധികാരി. നിന്നെയാണ് ഇനി ഇതിന്റെയൊക്കെ മുകളിൽ അധികാരിയായിട്ട് കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇനി നീ എന്ത് ചെയ്യണം? ദൈവത്തോടു കൂടെ ഇരിക്കുന്ന ആ സബത്ത് ഡേയിലൂടെ സബത്ത് അനുഭവത്തിലേക്ക് കയറണം. അങ്ങനെ ഫോർവേഡ് ഗിയറിട്ട് മുമ്പോട്ട് കയറണം. ദൈവത്തിന്റെ വിരുദ് അവിടെയാണ്, അതിലേക്ക് നീ കയറണം. പക്ഷെ അതിനു പകരം നേരെ റിവേഴ്സ് പോയി. ഹല്ലേലൂയ. റിവേഴ്സ് പോയി. മൃഗതുല്യമായൊരു ജീവിതം. മൃഗം ജീവിക്കണം എന്തിനു വേണ്ടിയാ? ശരിക്കും പറഞ്ഞ എല്ലാ മൃഗങ്ങളും അതുങ്ങൾ ഓടി നടക്കണത് അതിനുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി അല്ലേ? ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ല അത് ഓടി നടക്കണേ. അവസാനം നമുക്ക് വേണ്ടിയുള്ളവരാ, പക്ഷെ അത് ഓടി നടക്കണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാ അല്ലേ? രാവിലെ ഈ താറാവും കോഴിയൊക്കെ ഇറങ്ങുമ്പോൾ അല്ലേ? എന്തിനാ നടക്കണേ? ഭക്ഷണം കഴിക്കാനല്ലേ? നമ്മൾ തന്നെയല്ലേ ഓടി നടക്കണേ? ഭക്ഷണം കഴിക്കാൻ അല്ലേ? അപ്പൊ പുറകിലേക്ക് പോയി. വീണതിന് ശേഷം അദ്ദേഹം പറഞ്ഞ ഇനി നെറ്റിയിലെ വേർപ്പ് കൊണ്ട് കഴിച്ച് ഉണ്ടാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞു. പിടുത്തം കിട്ടിയ. ഹല്ലേലൂയ. അപ്പോ സങ്കീർത്തനം 49:20 വായിച്ചേ. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. അത്ര കേട്ടോ. മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകശൂന്യനായാൽ, ദൈവത്തെ മറക്കുന്നതാണ് വിവേകശൂന്യത. വിവേകശൂന്യനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുക. കാരണം വിവേകമില്ല, ദൈവത്തെ മറന്നു. എന്നിട്ട് ദൈവം തന്ന മനുഷ്യനെ കൂട്ടുപിടിച്ചു. എൻ്റെ പൊന്നു മക്കളെ, ദൈവത്തെ മറന്ന് മനുഷ്യനെ കൂട്ടുപിടിക്കരുത്. ഹല്ലേലൂയ. മനുഷ്യനെ സ്നേഹിക്കണം, അവരെ അനുഗ്രഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തെ മറന്ന് ചെയ്യരുത്. ഹല്ലേലൂയ. ജീവിത പങ്കാളിയോട് കൂടെ നിൽക്കാൻ വേണ്ടി ദൈവത്തെ മറന്നു. അതാണ് ആദം ചെയ്ത തെറ്റ്.
ഹല്ലേലൂയ. രണ്ടുപേരും ഒരുമിച്ച് ദൈവത്തെ അനുസരിക്കേണ്ടതിന് പകരം ജീവിത പങ്കാളിയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ദൈവം പറഞ്ഞ വാക്കിനെ ധിക്കരിച്ചു. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും ആർക്ക് വെയിറ്റ് കൊടുക്കുന്നു എന്ന് ശ്രദ്ധിച്ചോളണം. സൃഷ്ടാവിനാണോ സൃഷ്ടിക്കാണോ? നമ്മൾ ശ്രദ്ധിച്ചോളണം. സൃഷ്ടാവിന് വെയിറ്റ് കൊടുത്തിട്ട് മതി ബാക്കിയുള്ളതിനൊക്കെ. ഇതുകൊണ്ടാണ് ഒന്നാമത്തെ കൽപ്പന, നീ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണം. അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തേത്, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. അപ്പോ വാത്സല്യ കുഞ്ഞുങ്ങളെ, ഇത് മറന്നു പോകരുത്, ഇത് മറന്നു പോകരുത്. നമ്മളിന്ന് റിവേഴ്സ് ഗിയറിലാണ്, റിവേഴ്സിലാണ് നമ്മൾ. ഹല്ലേലൂയ. റിവേഴ്സിലാണ് നമ്മൾ. മൃഗതുല്യമായി എല്ലാവരും എതിരെ ഓടി നടക്കണേ, വയറ്റിപ്പഴപ്പിന് വേണ്ടി ഇതല്ലേ ഓടി നടക്കണേ. നമ്മളിത് റിവേഴ്സ് ഗിയറിലാണ്. എന്നാൽ റിവേഴ്സ് ഗിയറിൽ നിന്ന് നമ്മളെ ഫോർവേഡ് ഗിയറിലേക്ക് കൊണ്ടുവിടാനാണ് യേശുവിനെ വിട്ടേക്കണേ. മനസ്സിലായോ? റിവേഴ്സ് ഗിയറിൽ പോയെന്ന് മാത്രമല്ല, റിവേഴ്സ് ഗിയറിൽ പോയി കുടുങ്ങി. ആ കുടുങ്ങിയതിനെ വിടുവിച്ച്, അതായത് ഗിയർ കുടുങ്ങിപ്പോയതുപോലെ കുടുങ്ങിയതിനെ വിടുവിക്കാൻ വേണ്ടിയ യേശുവിനെ അയച്ചത് രക്ഷിക്കാൻ. മനസ്സിലായോ? ഇനി ഫോർവേഡ് ഗിയറിൽ പോകണം, ഫോർവേഡ് ഗിയറിൽ പോകണം. അല്ലാണ്ട് ഒരിക്കലും ഞാൻ രക്ഷിക്കപ്പെട്ടത് കണ്ടട്ടാ വീണ്ടും ജനിച്ചിട്ടണ്ട എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കരുത്. അവിടെ നിന്ന് ഫോർവേഡിൽ പോവുക. ഇനി യേശുവെ അനുഗമിച്ച് മുമ്പോട്ട് പോവുക. ഇനി പിൻപിലേക്കില്ല, മുൻപിലേക്ക്. സ്നാനപ്പെടുമ്പോൾ പാടുന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? എന്താണത്? നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. ഇനി ഞാൻ പുറകിലേക്കില്ല, ക്രിസ്തുവെ അനുഗമിച്ച് മുൻപോട്ടാണ്. ഹല്ലേലൂയ. ക്രിസ്തുവെ അനുഗമിച്ച് മുൻപോട്ടാ. ക്രിസ്തു എന്താ നമ്മളെ ചെയ്യണേ? ക്രിസ്തു നമ്മളെ ഈ റിവേഴ്സ് ഗിയറിൽ കുടുങ്ങിയതിനെ വിടുവിക്കുന്നു. മൃഗതുല്യമായ ജീവിതം നയിക്കുന്നതിനെ, കാഴ്ചയാൽ ജീവിതം നയിക്കുന്നതിനെ, ഇല്ലേ? എല്ലാ കാളയും പശുവും എല്ലാ മൃഗങ്ങളും കാഴ്ചയാലല്ലേ ജീവിക്കണേ? കാഴ്ചയാൽ ജീവിതം നയിക്കുന്ന, പിൻപിലുള്ള ജീവിതം നയിക്കുന്ന നമ്മളെ വിടുവിച്ച് മുൻപിലുള്ള ജീവിതത്തിലേക്ക് വിടുകയാണ്. ഹല്ലേലൂയ. അപ്പോ അതുകൊണ്ടാണ് 4 സുവിശേഷങ്ങളിൽ മാത്രം 25-ലധികം പ്രാവശ്യം യേശു പറയുന്നത് ഫോളോ മീ. എന്താ പറയണേ? എന്നെ അനുഗമിക്കേ, എന്നെ അനുഗമിക്കേ. ഹല്ലേലൂയ. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കുക, ഇതനുസരിച്ച് പ്രവർത്തിക്കുക. ഫോളോ മീ. ഹല്ലേലൂയ. ഇതാ, നിങ്ങൾ ഈ ഒരു തലം മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോയാൽ ജീവിതം അനുഗ്രഹമായിരിക്കും. ജീവിതം അനുഗ്രഹമായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയതൊക്കെ തല കരുതും. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടിയതൊക്കെ തല കരുതാനായിട്ടിടയാകും. ഇത് നിങ്ങൾ മനസ്സിലാക്കുക, ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഞാൻ എൻ്റെ ജീവിതാനുഭവമാണ് പറയണേ. നേരത്തെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി ജീവിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു എൻ്റെ ജീവിതത്തിൽ തുടക്കത്തിൽ. എന്നാൽ ഈ റിവേഴ്സ് ഗിയറിൽ നിന്ന് കർത്താവ് എന്നെ ഫോർവേഡിലേക്ക് മാറ്റിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിത തല അങ്ങ് വ്യത്യാസമായി മാറി. കാരണം എനിക്ക് വേണ്ടി കരുതുന്നത് ഞാനല്ല, എനിക്ക് വേണ്ടി കരുതുന്നത് എൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം കരുതിയ ആ കരുതലിൽ നാം ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ദൈവം നമുക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ഓൾറെഡി ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏതെനിലെ ജീവിതത്തിൽ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ദൈവം ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് 5.5 ദിവസം ദൈവം എന്ത് ചെയ്യുകയായിരുന്നു? ഓർക്കുന്നുണ്ടോ? എന്ത് ചെയ്യുമായിരുന്നു മോളെ? ആദ്യത്തെ 5.5 ദിവസം ദൈവം എന്ത് ചെയ്യായിരുന്നു? സൃഷ്ടിച്ചു. ആർക്കു വേണ്ടി അതൊക്കെ സൃഷ്ടിച്ചേ? എല്ലാം മനുഷ്യന് വേണ്ടിയാണ്. മനസ്സിലായോ? ആദ്യം തന്നെ വെളിച്ചം കൊണ്ടുവന്നു. ശരിയാണോ? ഇല്ലേ? വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഓരോരോ കാര്യങ്ങൾ സെറ്റിൽ ചെയ്തു. വെള്ളം
രാത്രിയും പകല് സെറ്റ് ചെയ്തു. വെള്ളം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂരട്ടെ, കര പ്രത്യക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞു. എന്തിനാ? എല്ലാം മനുഷ്യന് താമസിക്കാൻ തൊക്കെയാണോ? വെള്ളത്തിൽ താമസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാം മനുഷ്യന് വേണ്ടിയാണ് ഇത് ഒരുക്കുന്നത്. നിങ്ങളൊക്കെ ദൈവത്തിനെ കാണാൻ പറ്റുമോ? ആ ദൈവത്തിനെ കാണാൻ പറ്റുമോ? എല്ലാം മനുഷ്യന് വേണ്ടിയാണ് ഒരുക്കുന്നത്. ഇതാ നിലത്ത് നിന്ന് ഫലസസ്യങ്ങളെ മുളപ്പിച്ചു. ആർക്ക് വേണ്ടിയാ? മനുഷ്യന് വേണ്ടിയാണ് ഒരുക്കുന്നത്. ഹല്ലേലൂയ. മൃഗങ്ങളെ മനുഷ്യന് വേണ്ടിയാണ് ഒരുക്കുന്നത്. എല്ലാം മത്സ്യങ്ങളെ മനുഷ്യന് വേണ്ടിയാണ് ഒരുക്കുന്നത്. എല്ലാം ആർക്ക് വേണ്ടിയാ? മനുഷ്യന് വേണ്ടി. മനസ്സിലായോ? ദൈവത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? യഹോവയായ ഞാൻ മാറാത്തവൻ. ഹല്ലേലൂയ. മനുഷ്യന് വേണ്ടിയാ സകലതും ഒരുക്കുന്നേ. അപ്പോ ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തിയുമായി ഒന്ന് പരിചയപ്പെട്ട് ആ ബന്ധം ഒന്ന് പുലർത്തിയാൽ എത്ര നന്നായിരിക്കും, ഇല്ലേ? ഇല്ലേ? ശരിയാണോ? അങ്ങനെ പരിചയപ്പെട്ട ആ ബന്ധം പുലർത്തിയാൽ പിന്നെ ഇങ്ങനെയുള്ളതിൻ്റെ പുറകെ കിടന്ന വേവലാതിപ്പെടണോ? ഞാൻ എന്ത് പഴം കഴിക്കും, ഞാൻ രാത്രി എവിടെ കിടന്ന് ഉറങ്ങും, അവന് താമസിക്കാൻ ഏതൻ തോട്ടം, അവന് സഹായിയായി. അവനൊന്നും പറഞ്ഞില്ല. ദൈവം തന്നെ കണ്ടു, ദൈവം തന്നെ സഹായിയെ കൊടുത്തു. ഭാര്യ. ഇതൊക്കെ ആരാ ചിന്തിച്ചേ? ആദത്തിന് വേണ്ടി ദൈവമല്ലേ ചിന്തിച്ചേ? അപ്പൊ ഇങ്ങനെ ഒരാള് നമുക്ക് വേണ്ടി യൂണിവേഴ്സിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുമായി ഒരു ബന്ധം സ്ഥാപിക്കപ്പെട്ടാൽ കുഞ്ഞേ നിന്റെ കാര്യം സോൾവ് ആയില്ലേ? സോൾവ് ആയില്ലേ? ഇങ്ങനെ പറഞ്ഞ ആരെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു ഓർമ്മയും കിട്ടണില്ലേ? ഇതാണ് പറയുന്നത് നമ്മളെ വെറും ബുദ്ധൂസ് ആക്കി കളഞ്ഞെന്ന് പറഞ്ഞാൽ. ബുദ്ധൂസ് റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് കൊണ്ടുപോയി മൃഗത്തിന്റെ തലത്തിൽ കൊണ്ടുപോയി വെച്ചു. മാനത്തോടെ അത് ഇട്ടിച്ചത് റിവേഴ്സ് ഗിയർ ഇട്ട് കൊണ്ടു നിർത്തി. നമ്മുടെ കർത്താവായ യേശു പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നീ എന്തിനാ ഇങ്ങനെ വേവലാതിപ്പെടുന്നത്? നിന്റെ തലയിലെ മുടി കറുപ്പിക്കാനും പറ്റൂല, വെളുപ്പിക്കാനും പറ്റൂല, നിന്റെ ഉയരത്തിൽ 1 ഇഞ്ച് കൂട്ടാനും നിനക്ക് പറ്റത്തില്ല. നീ ഇങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് വരെ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടി നടക്കുക അല്ലേ? അവിടെയാണ് കർത്താവ് പറയുന്നത്, ആദിയിൽ നിനക്കൊരാളായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു, അവിടെ ആയിരുന്നു നീ. അതിലേക്ക് നീ തിരിച്ചു വന്നാൽ ഇതൊക്കെ ഓട്ടോമാറ്റിക് സപ്ലൈ ചെയ്യപ്പെടും. മനസ്സിലായോ? ഹല്ലേലൂയ. അതാ യേശുവിന്റെ ഭാഷ പറഞ്ഞ മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, ദൈവത്തിന്റെ അധികാര സീമയുടെ കീഴിൽ നിൽക്കാൻ നീ തയ്യാറാവുക, അതോടുകൂടെ ഇതൊക്കെയും ചേർത്ത് നൽകപ്പെടും. പെടുത്തം കിട്ടുന്നുണ്ടോ? എന്റെ മോനെ മോളെ, ഇത് നിനക്ക് ഇതാ തിരിച്ചറിഞ്ഞ വിശ്വാസമായി മാറട്ടെ. വിശ്വാസമായി മാറട്ടെ. എന്നിട്ട് നീ എന്ത് ചെയ്യണോ? ബ്രദർ, എനിക്ക് വിശ്വാസമൊക്കെ മാറിയിട്ടുണ്ടെന്നാ തോന്നണേ. ആണോ? അങ്ങനെ എങ്കിൽ നീ ദൈവത്തോടുകൂടെ നിൽക്കും. ദൈവത്തോടുകൂടെ നിൽക്കാൻ നമുക്ക് വേണ്ടത് വിശുദ്ധിയാ. മനസ്സിലായോ? ഈ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിശുദ്ധി ആവശ്യമാണ്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തോടെ നിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതം ശുദ്ധീകരിക്കണം. നമ്മുടെ സ്വയ ജീവിതത്തെ നാം വിട്ടുകളയണം. ഇതിനാ യേശുവെ അനുഗമിക്കുന്നത്. അവിടെ യേശു ക്രിസ്തു പറയുകയാണ്, എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവൻ തന്നെത്താൻ ത്യജിച്ച്. അല്ലാണ്ട് മതമല്ല. മതത്തിൽ എത്ര പാപം ചെയ്താലും കുഴപ്പമില്ലെന്നേ. നിങ്ങൾക്കറിയില്ലേ? മതത്തിൽ ഒരു വിശുദ്ധിയിലും മതത്തിന് കുഴപ്പമില്ല. മതത്തിലുള്ള ദൈവങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇച്ചിരി പൂമാലയോ എണ്ണയോ അല്ലെങ്കിൽ 2 കതിനയോ അല്ലെങ്കിൽ വേറെ ഒന്ന് തുള്ളുകയോ ഉരുളുകയോ ചെയ്താൽ അതുങ്ങൾക്കൊക്കെ എത്ര പാപം ചെയ്താലും കുഴപ്പമില്ല. എന്നാൽ സാക്ഷാൽ ദൈവത്തിന് അങ്ങനെയല്ല. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ, ദൈവത്തോടെ വസിക്കാൻ കഴിയുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇതുകൊണ്ടാ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ ഒരു ഇതൊന്ന് സൂക്ഷിക്കുക നമ്മൾ. ഇത് നമുക്ക് ലഭ്യമാകണമെങ്കിൽ യേശുവെ അനുഗമിക്കാൻ തുടങ്ങണം. യേശുവെ അനുഗമിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇതിൽ നമ്മുടെ ശുദ്ധീകരണം നടക്കുന്നത്. അല്ല മനുഷ്യന്റെ ഒരു കൂട്ടായ്മയല്ല. അങ്ങനത്തെ കൂട്ടായ്മകളാണ് ക്ലബ്ബുകൾ.
മനസ്സിലായോ? ലയൺസ് ക്ലബ്ബ്, റിക്രിയേഷൻ ക്ലബ്ബ്, അതേപോലെ ഞങ്ങൾ ആരാധിക്കാൻ വേണ്ടി കൂടി എന്നും പറഞ്ഞ് അതൊരു ചർച്ച ആകത്തില്ല. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ ചർച്ച എന്ന് പറയുന്ന ആ സംഭവം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ്. ഓരോ നിമിഷവും ക്രിസ്തുവെ അനുഗമിക്കുന്നതാണ്. ക്രിസ്തുവിന്റെ ശരീരമാണെങ്കിൽ എന്നാ ഉണ്ട്? നിങ്ങളുടെ ശരീരം നോക്കി എപ്പോഴും നിങ്ങളുടെ തലയെ അനുഗമിക്കുകയല്ലേ ചെയ്യുന്നത്? ഇല്ലേ? ഇന്ന് രാവിലെ തല എവിടെയായിരുന്നു? ഈ തലകളൊക്കെ എവിടെയായിരുന്നു? നിങ്ങളുടെ വീട്ടിലായിരുന്നു അല്ലേ? അപ്പൊ ശരീരം എവിടെയായിരുന്നു? വീട്ടിലായിരുന്നു. അപ്പൊ തല ഇങ്ങ് പോകുന്നപ്പോ ശരീരം എന്ത് ചെയ്തു? നീ പോയിട്ട് വാ, ഞാൻ ഇച്ചിരി വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. പക്ഷെ യേശുവിനോട് നമ്മൾ അങ്ങനെയല്ലേ പറയണേ? യേശുവിനോട് അങ്ങനെയല്ലേ പറയണേ? യേശു പറയുന്നത് എന്നെ അനുഗമിക്കുക. ഇല്ലില്ല, സ്തുതിയോ ആരാധനയും കർത്താവിനായി, ഈ ജീവിതം എനിക്കായി. അങ്ങനെയല്ലേ നമ്മുടെ മെത്തേഡ്. എന്നിട്ട് നമ്മൾ പറയും നാം സോ ഇന്റർനാഷണൽ ചർച്ചാണെന്ന്. ഒരു കാര്യവും ഇല്ല. യേശു എവിടെ പോകുന്നു അവിടെ നമ്മളും കൂടെ പോകണം. യേശു എവിടെ പോകുന്നു അവിടെ നമ്മളും കൂടെ പോയാൽ നമുക്കായി ഇതാ ദൈവം കരുതിയിട്ടുണ്ട്. മനസ്സിലായോ? നമുക്കായി ദൈവം കരുതി. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ഇവിടെ തരേണ്ട മെസ്സേജ് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കരുതി തന്നു. മനസ്സിലായോ? റിവേഴ്സ് ഗിയറിൽ നിന്ന് ഫോർവേഡ് ഗിയറിലേക്ക് പോവുക. തലതിരിഞ്ഞ ലോകത്ത് നിന്ന് ശരിയായ ലോകത്തിലേക്ക് പോവുക. മനസ്സിലായോ? ഒരു ബ്രിഡ്ജ് കയറി വേണം പോകാൻ. സബത്ത് ഡേ എന്നൊരു ബ്രിഡ്ജ് ഉണ്ട് നമുക്ക്. ഇനി 1000 വർഷത്തെ ഭരണം. യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് 1000 വർഷം ജെറുസലേം തലസ്ഥാനമാക്കി വാഴുന്ന ഒരു ഭരണമുണ്ട്. അതാണ് പാലം, ബ്രിഡ്ജ്. ആ ബ്രിഡ്ജ് കടന്ന് നമ്മൾ എന്ത് ചെയ്യണം? സകലതും യേശുക്രിസ്തു കിങ്ഡം പിതാവിനെ ഏൽപ്പിക്കും. മനസ്സിലായോ? പിതാവ് നമ്മളെ മുഴുവനായിട്ട് പിതാവിനെ ഏൽപ്പിക്കും. അന്ന് മുതൽ നമ്മൾ നിത്യം അപ്പനോട് കൂടിയുള്ള ജീവിതമാണ് ക്രിസ്തുവിൽ. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. ആ അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയപ്പെടാനാ പറയണേ. മനസ്സിലായോ? ഏത് ജനത്തിന്? ദൈവജനത്തിന്. പിടുത്തം കിട്ടിയ ദൈവജനത്തിന്. അതുകൊണ്ട് ഇനി റിവേഴ്സ് ഗിയറിൽ കിടക്കുന്നത് വിട്ടിട്ട് ഫോർവേഡിലേക്ക് പോകണം. മനസ്സിലായോ? റിവേഴ്സിൽ നിന്നുകൊണ്ട് യേശു വലിയവൻ, യേശു നല്ലവൻ എന്ന് പറഞ്ഞ് അരിഷ്ടനാകരുതെന്നാണ് 1 Corinthians 15:19 പറഞ്ഞ. ഈ ആയുസിൽ മാത്രം, അതായത് മൃഗതുല്യമായി ജീവിക്കുന്ന ഈ ആയുസിൽ മാത്രം, മരിച്ചു പോകുന്ന ഈ ആയുസിൽ മാത്രം, നശിച്ചു പോകുന്ന ഈ ആയുസിൽ മാത്രം നീ ക്രിസ്തുവിൽ പ്രത്യാശ വച്ചാൽ നിന്നേക്കാൾ അരിഷ്ടം വേറെ ആരുമില്ല. നിന്നെ യേശുവിനെ നമുക്ക് നൽകിയത് നമ്മളെ പുറകെ ഇനി പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളത് ലക്ഷ്യമാക്കി ക്രിസ്തുയേശുവിൽ അവസാനിക്കാനല്ല, ക്രിസ്തുയേശുവിൽ അടിസ്ഥാനമിട്ട് ആരംഭിച്ച് മുൻപിലുള്ള ആ ദൈവത്തിന്റെ പരമവിളി, ദൈവത്തോടുകൂടെ ദൈവ മക്കളായി ജീവിക്കുന്ന പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടണം. ഫോർവേഡ് ഗിയറിട്ട് പോകണം. പിടുത്തം കിട്ടിയ നമുക്കൊക്കെ മനസ്സിലായ? അല്ലാണ്ട് ഇവിടെ കിടന്നുകൊണ്ട് ഇവിടുത്തെ കസർത്ത് എൻ്റെ പേര് എല്ലായിടത്തും വരണം, എന്നെക്കുറിച്ച് ആളുകൾ പറയണം, എന്നെ എല്ലാവരും കാണണം, ഇതുകൊണ്ടൊന്നും ഒരു ഗുണോ ഇല്ല. മനസ്സിലായോ? ഇതുകൊണ്ടൊന്നും ഒരു ഗുണോ ഇല്ല. അപ്പോൾ നമ്മൾ വ്യക്തതയോടെ ഈ കാര്യം മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാനായിട്ട്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു ഫോർവേഡ് യാത്രയാണെങ്കിൽ, യേശുവെ അനുഗമിച്ച് ഫോർവേഡ് ഗിയറിട്ടുള്ള യാത്രയാണെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം ചേർന്ന് ചേരും. എല്ലാം ചേർന്ന് ചേരും. ഒരു എക്സാമ്പിൾ പറയാമോ നിങ്ങൾക്ക്? പഴയ നിയമത്തിൽ നിന്നോ പുതിയ നിയമത്തിൽ നിന്നോ എവിടെ നിന്നെങ്കിലും. ശ്രദ്ധിച്ചേ, ഇസ്രായേൽ മക്കളുടെ ജീവിതം. അവരെ അടിമകളായിരുന്നു ഈജിപ്തിൽ. രാവിലെ മുതൽ അന്ത്യോളം പണിയെടുത്താലേ വല്ലോ കിട്ടുള്ളൂ. അവര് റിവേഴ്സ് ഗിയറി കുടുങ്ങി കിടക്കുക. ദൈവം ക്രിസ്തുവിനെ അയച്ചു, അല്ല മോശയെ അയച്ചു. ഇത്തിരി തെറ്റിച്ച് പറഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് പിടുത്തം കിട്ടും. കാരണം തെറ്റുപിടിക്കാൻ മിടുക്കന്മാരാ. ശരി പറഞ്ഞിരുന്നു ഉറങ്ങും. കാരണം അത് കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഒന്നുകൂടെ ഹരിയേ. ആ ഹരീനൊന്ന് വിളിച്ച്. ഹരി നന്നാകാൻ പോവും. അതുകൊണ്ടാണ് ഇതൊന്നും അകത്ത് കയറാൻ പറ്റാതിരുന്ന് ഉറങ്ങണേ. ഇസ്രായേൽ മക്കളുടെ ജീവിതമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ കുടുങ്ങിക്കിടക്കുക.
ഇവിടെ നമ്മൾ ഈ ലോകത്തിൽ മൃഗതുല്യമായ ജീവിതത്തിൽ കുടുങ്ങി കിടക്കുക. ആ കുടുങ്ങി കിടക്കുമ്പോൾ ദൈവം അവരെ രക്ഷിക്കാൻ വേണ്ടി മോശ അയച്ചു. മോശ അയച്ചു കഴിഞ്ഞപ്പോൾ കുറേ സ്ട്രഗിൾ ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ. എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ? യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ. അതുവരെയുള്ള അവരുടെ ജീവിതം നോക്കിയേ, ഇസ്രായേൽ മക്കളുടെ ജീവിതം. അവർ ദൈവം തന്ന സമയം വിറ്റ് ജീവിക്കുമായിരുന്നില്ലേ? ഇല്ലേ? ദൈവം തന്ന സമയം വിറ്റ് ജീവിക്കുമല്ലേ? രാവിലെ മുതൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അടിമപ്പണിക്ക് ഇറങ്ങും. വൈകുന്നേരം ആകുമ്പോൾ പരിപ്പ്, ഇറച്ചിക്കല, ഉരുളക്കിഴങ്ങ് എല്ലാം കിട്ടും. അത് കഴിച്ച് കയറി കിടക്കും. അതിന് ദൈവം തന്ന സമയം ഫറവോന് വിറ്റ് ഉപജീവനം കഴിച്ചുകൊണ്ടിരുന്നു. ശരിയല്ലേ? ഇനി നമ്മളെ നോക്കിയേ, ഇത് തന്നെയല്ലേ ചെയ്യണേ? അന്ന് അവർ ഫറവോന് പിരമിഡ് പണിതു, നമ്മളിവിടെ പിരമിഡിന് പകരം ബിൽഡിംഗ് പണിയുന്നു. ശരിയാണോ? അവിടുത്തെ ഫറവോന് പണിതു, നമ്മളിവിടെ ഫറവോയുടെ പേര് മാറ്റി ഭരണാധികാരിക്ക് പിരമിഡ് അല്ല ബിൽഡിങ്ങുകൾ പണിയുന്നു. രണ്ടുപേരും പട്ടണം പണിയുന്നു. അവരും പട്ടണം പണിയുന്നു, ഇവരും പട്ടണം പണിയുന്നു. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഇച്ചിരി മാറ്റി മേടിച്ചു. ഇപ്പൊ ബീഫൊക്കെ മേടിക്കും, പേരൊക്കെ മാറ്റി ബീഫ്, പിന്നെ പല പല കാര്യങ്ങൾ, KFC, പിസ്സ, ഇങ്ങനെ പലതൊക്കെ വാങ്ങിച്ച് നമ്മളും കഴിക്കുന്നു. പിറ്റേ ദിവസവും വീണ്ടും പണിക്കിറങ്ങുന്നു. ശരിയല്ലേ? ദൈവം തന്ന സമയം വിറ്റ് നമ്മൾ ജീവിക്കുന്നു. യഥാർത്ഥത്തിൽ ഏതനിൽ ഇതെല്ലാം ദൈവം ഒരുക്കിയിരുന്നു മക്കൾക്ക് വേണ്ടി. അവരെല്ലാം ദൈവത്തോട് കൂടെ വസിച്ച് ദൈവയിഷ്ടം ചെയ്താൽ മാത്രം മതിയായിരുന്നു. ഇനി അവിടെ നിന്ന് ജീവിത രീതി മാറാൻ പോണ കണ്ടോ കേട്ടോ, ജീവിത രീതി മാറാൻ പോണ കണ്ടോ. മോശയെ ജോളി ഉറങ്ങുമല്ലോ, ഉറക്കം വന്നുണ്ട് അല്ലേ, എന്നാലും പിടിച്ചു നിർത്തോ. ശ്രദ്ധിച്ചേ, മോശയുടെ പിന്നാലെ പോകാൻ അവർ തീരുമാനിച്ചു. മനസ്സുള്ളവരുണ്ടായിരുന്നു, മനസ്സില്ലാത്തവരുണ്ടായിരുന്നു. തീരുമാനിച്ചു. ഈ യാത്ര തുടങ്ങി. പോണ വഴിക്ക് സൂപ്പർ മാർക്കറ്റ് വല്ലതും ഉണ്ടോ? പോണ വഴി മരുഭൂമിയാണ്. മരുഭൂമി കൂടി വേണം പോകാൻ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കുറച്ച് പേരൊക്കെ എന്തെങ്കിലും വെള്ളമോ എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു ഇറങ്ങിയപ്പോൾ. ഇപ്പോൾ ഒന്നുമില്ല. ഇനിയിപ്പോൾ എങ്ങനെ കഴിക്കും? ഇവിടെയാണ് കരുതുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ കാണാൻ തുടങ്ങുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അന്ന് മുതൽ അവരിറങ്ങാൻ തുടങ്ങിയ മുതൽ സംഭവം മാറി, എക്കോണമി മാറി. അവരും രാവിലെ പണിക്ക് പോകുന്നില്ല, രാവിലെ മുതൽ നടപ്പാ. രാവിലെ പണിക്ക് പോകുന്നില്ല, രാവിലെ മുതൽ എന്താ? നടപ്പാ. ആരുടെ പുറകെ? മോശയുടെ പുറകെ. മനസ്സിലായേ? രാവിലെ മുതൽ മോശയുടെ പുറകെ നടപ്പാ. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇനി രാവിലെ മുതൽ യേശുവിൻ്റെ പുറകെ നടന്നോളാം. മനസ്സിലായോ? ജീവിതം മുഴുവൻ യേശുവിൻ്റെ പുറകെ നടന്നോളാം. അങ്ങനെ യേശുവിൻ്റെ പുറകെ നടക്കുമ്പോൾ, ഇവിടെ മോശയുടെ പുറകെ നടക്കുമ്പോൾ, രണ്ടും കൂടി മിക്സ് ചെയ്താ പറയണേ. മോശയുടെ പുറകെ നടക്കുമ്പോൾ എടാ അത്ഭുതം. സൂപ്പർ മാർക്കറ്റ് ഒന്നുമില്ല, പക്ഷേ സൂപ്പർ മാർക്കറ്റിന് പകരം രാവിലെ ഫുഡ് മുറ്റത്ത് റെഡി. രാവിലെ ഫുഡ് മുറ്റത്ത് റെഡി. പ്രദം കിട്ടിയ കാരണം അവരെങ്ങോട്ട് പോവുക? ദൈവം വെച്ച ദേശത്തേക്ക് പോവുക. നമ്മളുടെ ഭാഷ പറഞ്ഞാൽ മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, ദൈവം പറഞ്ഞിടത്തേക്ക് പോവുക. ആരെ അനുഗമിച്ച്? യേശുവെ അനുഗമിച്ച്. അവർ മോശ അനുഗമിച്ച് പോവുക. അപ്പോൾ ഫുഡ് മുറ്റത്ത് റെഡി. ഉറങ്ങി എഴുന്നേറ്റ് പുറത്തിറങ്ങിയാൽ ഫുഡ് റെഡി മുറ്റത്ത്, എങ്ങും പോകണ്ട. ഓ, എനിക്ക് ഇത്തിരി ഇറച്ചി കഴിക്കണമല്ലോ, വെയിറ്റ്. വൈകിട്ട് ഇറച്ചിയുമായിട്ട് ആരാ വരുന്നേ? സൊമാറ്റോ അല്ല, സ്വിഗ്ഗിയല്ല. അവരാരും കൊണ്ടുപോയ അന്തരീക്ഷ കാറ്റ് അടിച്ച് ദാ പക്ഷികൾ വന്ന്, കാടപ്പക്ഷി വന്ന് റെഡി. കണ്ട ജീവിത രീതി മാറിയതണ്ട? ജീവിത രീതി മാറി. ആരെ ഇതൊക്കെ കരുതിയേ? ദൈവം അല്ലേ? ഇത് ഇവരുടെ യാത്രയിൽ 40 വർഷം തുടർന്നുകൊണ്ടേയിരുന്നു. 40 വർഷം ഈ സംഭവം തുടർന്നുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. അനുഗമിക്കുന്നവന് വേണ്ടതെല്ലാം, അതായത് ലക്ഷ്യത്തിലേക്ക്, ദൈവം വെച്ച ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവന് വേണ്ടതെല്ലാം ദൈവം കൊടുക്കുമെന്നാണ് ഈ പറയുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ റിവേഴ്സ് ഗിയറിൽ ഇതൊക്കെ വേണം നമുക്ക്. അതാണ് പ്രശ്നം. റിവേഴ്സ് ഗിയറിൽ ഇതൊന്നും കിട്ടൂല എൻ്റെ കുഞ്ഞുമക്കളെ.
റിവേഴ്സ് ഗിയറുള്ള സിസ്റ്റം വേറെയാ. നീ നെറ്റിയിലെ വേർപ്പ് കൊണ്ട് കഴിച്ചോളണം, അല്ലെങ്കിൽ ഫറവോനെ അടിമപ്പണി ചെയ്ത് കഴിച്ചോളണം. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു യാത്ര നമുക്കുണ്ട്. അവൾ ഫറവോനെ അടിമപ്പണി ചെയ്ത് കഴിക്കുമ്പോൾ നമ്മൾക്ക് ധാരാളം കുടുക്കുകൾ വരും. അവിടെ കുടുക്കുകൾ, പിന്നെ കുടുക്കുകൾ മാറാൻ വേണ്ടി കേസായി, തല്ലുപിടുത്തമായി. പിന്നെ കുടുക്കുക മാറ്റാൻ വേണ്ടി ഇപ്പൊ കടം മേടിച്ചു. ആശനം കടം മേടിച്ചു, തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ പൈസയും പോയി, അവന്റെ പൈസ നമ്മളും കൊടുക്കത്തില്ല, നമ്മുടെ പൈസ അവനും തരത്തില്ല. അങ്ങ് പിന്നെ കേസായി, അടിപിടിയായി, പ്രശ്നമായി. മനസ്സിലായോ? അങ്ങനെ പിന്നെ സഹോദരിയുടെ സ്വത്ത് അടിച്ചു മാറ്റാൻ വേണ്ടി ഒരു സൂത്രപ്പണിയൊക്കെ അമ്മയുടെ അടുക്ക പോയി കാണിച്ചു. അത് കുടുംബ പ്രശ്നമായി. അങ്ങനെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം പ്രശ്നം. റിവേഴ്സ് ഗിയറിൽ കിടന്ന് കളിക്കാതെ ഫോർവേഡ് ഗിയറിട്ട് പോകാൻ നോക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഫോർവേഡ് ഗിയറിട്ട് പോകാൻ നോക്കുക. ഇവിടെ ആള് കളിക്കാൻ നിൽക്കണ്ട. പകരം ക്രിസ്തുവെ അനുഗമിക്കേ, ക്രിസ്തുവെ അനുഗമിക്കേ. ഹല്ലേലൂയ. നമ്മളെ ഇന്ന് ആരും അറിയൊന്നും വേണ്ടെന്നേ, സ്വർഗത്തിലെ ദൈവം അറിഞ്ഞാൽ മതിയെന്നേ. അറിഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം അറിയട്ടെ. പിടുത്തം കിട്ടിയ? സ്വർഗത്തിലെ ദൈവം അറിയട്ടെ. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് ഈ മരിച്ചുപോയ വലിയ ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ അവരുടെ ഫോട്ടോയും അവരുടെ കാര്യങ്ങളൊക്കെ കാണുന്ന വലിയ താല്പര്യമാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ അവരൊക്കെ എത്ര ഫേമസ് ആയിരുന്നു എന്ന് അറിയുമ്പോൾ, എന്നിട്ട് ഇന്ന് അവർ വട്ടപൂജ്യ ആയല്ലോ എന്നുള്ള ചിന്ത വരുമ്പോൾ എനിക്കൊരു ഗൈഡൻസ് കിട്ടും അതിൽ നിന്ന്. ഈ ഭൂമിയിലുള്ളതെല്ലാം വെറും വെറും കൊമളയിൽ പണിയുന്ന കൊട്ടാരമാണ്. മനസ്സിലായോ? കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പഴയ നടൻ പ്രേം നസീറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഒരു പണ്ടത്തെ ഇൻ്റർവ്യൂ കേൾക്കാനായിട്ടിടയായി. അപ്പോൾ അദ്ദേഹം അതിൽ ഗിന്നസ് ബുക്കിൽ പേര് വന്നേക്കുന്ന ആളാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ ഫിലിമിൽ അഭിനയിച്ചതുകൊണ്ട് ഏകദേശം 600 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയണേ. അപ്പോൾ ഫേമസാ. ഇതിന് മാത്രമല്ല, നെഹ്റുവിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്, ഇന്ദിരാഗാന്ധിയുടെ കയ്യിൽ നിന്ന് അവാർഡ് മേടിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ഒക്കെ ചിന്ത എന്തായിരിക്കും? ഇയാൾ ഭയങ്കര ആളാണല്ലോ, നെഹ്റുവിൻ്റെ കയ്യിൽ നിന്ന്, ഇന്ദിരാഗാന്ധിയുടെ കയ്യിൽ നിന്ന്, പിന്നെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ പ്രധാനമന്ത്രികൾ എല്ലാ ഫേമസ് അവാർഡ് മേടിച്ചിട്ടുണ്ട്. പല പല അവാർഡുകൾ, അതിന് വീടും മുഴുവൻ അവാർഡുകളാണ്. 90 നായികമാരോടുകൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അഭിനയിച്ച നായികയുടെ പേര് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഷീല. 110 സിനിമയിലെങ്ങാണ്ട് ഷീലയായിരുന്നു നായിക ഏറ്റവും കൂടുതൽ. അപ്പൊ ജീവിതത്തിൽ എല്ലാ നന്മകളും വന്ന് നിറഞ്ഞ ഒരു വ്യക്തിയായിട്ടാണ്, എല്ലാം തികഞ്ഞ ഒരു വ്യക്തി അല്ലേ? നല്ല സുന്ദരനായ ഒരു വ്യക്തി. 32 വർഷത്തെ അഭിനയത്തിന് ശേഷമാണ് ആ ഇന്റർവ്യൂ നടക്കണേ. ഞാൻ ചിന്തിച്ചു, ഇന്ന് അദ്ദേഹത്തിന്റെ ആ സുന്ദര ശരീരം എവിടെ? ആ നെഹ്റുവിൽ നിന്ന് അവാർഡ് മേടിച്ചതിന്റെ ഗുണം എവിടെ? ഇന്ദിരാഗാന്ധിയുടെ നിന്ന് അവാർഡ് മേടിച്ചതിന്റെ ഗുണം എവിടെ? ഇത്രയും ഫിലിമിന് അഭിനയിച്ച് ഇത്രയും സമ്പത്തുണ്ടാക്കിയതിന്റെ ഗുണം എവിടെ? ഒന്നും നിലനിന്നില്ല. പിടുത്തം കിട്ടിയ? ഒന്നും നിലനിന്നില്ല. മനുഷ്യർ പ്രശംസിച്ചതിന്റെ ഒന്നും നിലനിൽക്കുന്നില്ല. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ഈ ലോകത്തിൽ പണിയെടുക്കേണ്ടെന്നല്ല, പകരം നമ്മളത് ബാലൻസ് ആയിട്ട് വേണം കൈകാര്യം ചെയ്യുവാൻ. ഇവിടെ എന്ത് നേടിയതും നമുക്ക് നിത്യമായി പ്രയോജനം നേടത്തില്ല. ഒന്നൊഴികെ, നാം ക്രിസ്തുവെ അനുഗമിച്ച് ദൈവരാജ്യം നേടുന്നത് ഒഴികെ. അത് വയലിൽ ഒളിച്ചു വെച്ച നിധിയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ എല്ലാവരോടും ഓർപ്പിക്കട്ടെ, ഇസ്രായേൽ മക്കൾ ഈ യാത്ര കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടത് അവർക്ക് വന്നു ചേർന്നെങ്കിൽ അത് റിവേഴ്സ് ജേണിയാണോ ഫോർവേഡ് ജേണിയാണോ? അത് പുറകിലേക്കുള്ള യാത്രയാണോ മുമ്പിലേക്കുള്ള യാത്രയാണോ? ദൈവം പറഞ്ഞ മുൻപിലേക്കുള്ള യാത്ര. അത് നിഴലാണ്. ഇസ്രായേൽ മക്കളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലെ നിഴലാണ് മുൻപിലേക്കുള്ളത്. അങ്ങനെ പുറകിൽ നിന്ന് പ്രവർത്തിച്ചവൻ അവന് വേണ്ടതല്ല അവൻ ഉണ്ടാക്കേണ്ടിയിരുന്നെങ്കിൽ, ഫറവോയ്ക്ക് പണിയെടുത്ത് അവൻ ഉണ്ടാക്കേണ്ടിയിരുന്നെങ്കിൽ, ദൈവം തന്ന സമയം വിറ്റ് അവൻ ഉണ്ടാക്കേണ്ടിയിരുന്നെങ്കിൽ,
എന്നാൽ മുൻപിലേക്ക് പോകുന്ന ജനത്തിന് അവരുടെ കാലിൽ അവർക്ക് ചെരുപ്പ് മേടിക്കേണ്ടി വന്നില്ല, ചെരുപ്പ് തേഞ്ഞില്ല. മനസ്സിലായോ? അവർക്ക് ഷർട്ട് മേടിക്കേണ്ട വന്നില്ല, ഉടുപ്പ് മേടിക്കേണ്ടി വന്നില്ല. കാരണം അവരുടെ ഡ്രസ്സ് ദ്രവിച്ചില്ല. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് വേണ്ട ഫുഡ് രാവിലെ അവരുടെ വീടിന്റെ മുറ്റത്ത് എത്തുമായിരുന്നു. വൈകിട്ട് കാടപ്പക്ഷി ഇറച്ചി അവരുടെ വീടിന്റെ മുമ്പിൽ എത്തുമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. അതൊരു സൂപ്പർ നാച്ചുറൽ ജീനിയാ, സൂപ്പർ നാച്ചുറൽ ജേണി. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇത്രയേ ഉള്ളൂ, ദൈവത്തെ അനുസരിക്കുന്നവന് സൂപ്പർ നാച്ചുറൽ ജേണിയാ. റിവേഴ്സ് ഗിയറിൽ നിന്ന് ഫോർവേഡ് ഗിയറിലേക്ക് പോകുന്നവന് സൂപ്പർ നാച്ചുറൽ ജേണിയാ. ഹല്ലേലൂയ. ദൈവജനത്തിന്റെ കഷ്ടപ്പാട് ദൈവം കാണുന്നുണ്ട്. പക്ഷെ സിസ്റ്റം മാറാൻ നിങ്ങൾ തയ്യാറാണോ? ഇതാണ് വിഷയം. സിസ്റ്റം മാറാൻ തയ്യാറാണോ? ദൈവത്തിന്റെ കരം, പ്രിയ മക്കളെ, നിങ്ങൾ കാണും. അത് സിസ്റ്റം മാറാതെ പുറയിൽ കിടന്ന് ആരാധിച്ച് സ്തുതിച്ച് ഇപ്പൊ കിട്ടും ആരാധിച്ച കിട്ടുന്നൊരു സിസ്റ്റം ബൈബിളിലില്ല. മനസ്സിലായോ? പകരം യേശു പറഞ്ഞത് ആരാധിച്ച കിട്ടുമെന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട് ബൈബിളില്. പിശാചു പറഞ്ഞതാ യേശുവിനോട്, എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെ തരാം. പക്ഷേ അരുമനാഥനായ യേശു പറഞ്ഞ അതല്ല, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കേ, അതോടുകൂടെ എന്ത് തിന്നും എന്തുടുക്കും ഇത് നിനക്ക് ചേർത്ത് നൽകപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഒരു തലം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇതിൽ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് ദൈവം ഇടയാക്കും. അല്ലൊരു മനുഷ്യൻ തന്നാൽ ഇച്ചിരിയല്ലേ തരുള്ളൂ. ദൈവം തന്നാൽ ഒരു പിടി തന്നാൽ മതി, നിന്റെ ആയുസ് മുഴുവൻ തികയും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ഒരു സിസ്റ്റം മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഹല്ലേലൂയ. ആ ദൈവത്തെ അനുസരിക്കാൻ, ദൈവം വെച്ച ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടി നിലകൊള്ളുക. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. ഇതാ ഈ പ്രാവശ്യം ഇപ്പോൾ ഒരാഴ്ചയായുള്ളൂ ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ കുറച്ച് നാൾ കൂടിയിട്ട് ചെന്നേ. അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട ചില അനുഭവിച്ച ചില അനുഭവങ്ങൾ, എപ്പോഴും അനുഭവിക്കുന്നതാ. അപ്പോൾ അനുഭവിക്കുന്ന ചില അനുഭവത്തിൽ നിന്ന് ഒരു പാട്ട് ജനിച്ചു. ആ പാട്ട് നമ്മളിവിടെ നിന്ന് പാടാൻ പോവാം. അപ്പോൾ അതിൻ്റെ സാഹചര്യം ഞാൻ നിങ്ങളോട് പറയാം. അനേക പാട്ടുകൾ കർത്താവ് ഓരോ ദിവസവും തരുന്നുണ്ട്. ഇന്നലെ എന്തെങ്കിലുമൊക്കെ തന്നു. അപ്പോൾ ആ പാട്ട്, പ്രിയ സഹോദരങ്ങളെ, നമ്മളൊന്ന് പാടാൻ പോകാം. എന്നാൽ അതിനു മുമ്പ് അതിൻ്റെ സാഹചര്യം ഞാൻ നിങ്ങളോടൊന്ന് പറയാം. എവിടെയൊക്കെ ക്ഷാമം ഉണ്ടെങ്കിലും, ശ്രദ്ധിക്കുക, എവിടെയൊക്കെ ക്ഷാമം ഉണ്ടെങ്കിലും ദൈവമക്കൾക്ക് ഒന്നിനും കുറവ് വരത്തില്ല. ഹല്ലേലൂയ. കാരണം അവരുടെ എക്കോണമി വേറെയാ. ഈ ലോകത്തിൻ്റെ എക്കോണമി അല്ല. ഇവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ് ഒന്നും നോക്കിയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് ഒന്നിനും ഒരു കുറവും ഇല്ല. നിങ്ങൾക്കറിയാം, ദേശമെല്ലാം മഴ പെയ്തിട്ട് കുറെ നാളായി. ദൈവത്തിൻ്റെ ഒരു പ്രവാചകനുണ്ട്, ഏലിയാവ്. സാരാഫത്തിലെ വിധവ കുറച്ച് നാൾ നോക്കി. പിന്നെ ക്ഷാമം അതികഠിനമായി. പിന്നെ ഒരു പക്ഷിയാണ് പുള്ളിയുടെ കാര്യം നോക്കുന്നത്, കാക്ക. എനിക്ക് തോന്നുന്നു ദൈവത്തിൻ്റെ ചിന്തയിൽ ഉച്ചയ്ക്ക് ഭക്ഷണം വേണ്ടാന്ന് തോന്നണേ. ഇസ്രായേൽ മക്കൾക്ക് രാവിലെയും കിട്ടി, വൈകിട്ടും കിട്ടി. അത് രാവിലെ മഞ്ഞ, വൈകിട്ട് ഇറച്ചി. ഇവിടെ ഒരു കാക്കയെ ദൈവം കൽപ്പിച്ചാക്കി. രാവിലെ കാക്ക വരും, വൈകിട്ടും വരും. മനസ്സിലായോ? രാവിലെ അപ്പം ഇറച്ചിയും വൈകിട്ടും അത് തന്നെ. ഇപ്പം രണ്ടും കൂടിയാ മിക്സായിട്ട് കൊടുക്കണേ. അനുസരണമുള്ള കാക്ക. അതൊന്ന് കൊത്തിപ്പറിച്ച് തിന്നില്ല, കറക്റ്റ് കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ ക്ഷാമകാലത്ത് ക്ഷേമമായി പുള്ളിയെ കാക്കുകയാണ് ദൈവം കാക്കയിലൂടെ. മോനെ, നിന്റെ ജീവിതത്തിൽ ക്ഷാമമാണോ? ക്ഷാമമാണെങ്കിലും നിന്നെ കാക്കാൻ കഴിയുള്ള ഒരു എക്കോണമിയിലേക്ക് മാറണം, ദൈവിക സംവിധാനത്തിലേക്ക് മാറണം.
ഞാൻ പലപ്പോഴും ആളോട് പറയും, എൻ്റെ അമ്മയുടെ താലിമാല പണയം വെച്ചിട്ട് എന്നെ പഠിക്കാൻ അയച്ച ഒരു ദരിദ്ര വീട്ടിൽ നിന്ന്, മഴ പെയ്താൽ വെള്ളം കയറുന്ന പട്ടിക ദ്രവിച്ച ഒരു ഓടിട്ട പഴയ വീട്, വർഷങ്ങളായി വീടുണ്ടാക്കാൻ നടക്കുന്ന അമ്മ, നടക്കുന്നില്ല. ലക്ഷങ്ങൾ കടമുള്ള വീട്, ഒന്നും മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ നിന്നാണ് എന്നെ പഠിക്കാൻ വിട്ടത്. അതായത് ലോകത്തിൻ്റെ എക്കോണമിയിൽ നിന്ന്. തുടർന്നാണ് ദൈവത്തിൻ്റെ എക്കോണമിയിലേക്ക് ദൈവം എന്നെ മാറ്റിയത്. ദൈവത്തിൻ്റെ എക്കോണമിയിലേക്ക് മാറ്റിയത്. എൻ്റെ സകല ആത്മീക, മാനസിക, ശാരീരിക സകല ഉയർച്ചയുടെയും കാരണം ദൈവമാണ്. ഹല്ലേലൂയ. ദൈവവചനമാണ്. എക്കോണമി മാറണം. എക്കോണമി മാറണം. ലോകത്തിൻ്റെ എക്കോണമിയിൽ നിൽക്കാൻ പോരാ. ഫറവോയ്ക്ക് പണിയെടുത്ത് അതിൽ നിന്ന് ആ എക്കോണമി അല്ല, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും കൂട്ടിച്ചേർക്കപ്പെടുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഫേവറാണ് പ്രാധാന്യം. ഹല്ലേലൂയ. ചിലർക്ക് അനേകം കിട്ടുന്നു, പക്ഷെ ഒന്നും കയ്യിലിരിക്കുന്നില്ല, എല്ലാം പോകുന്നു. ദൈവത്തിൻ്റെ ഫേവറാ പ്രാധാന്യം. ഇതാ ദൈവം കൽപ്പിച്ചു, അവിടേക്ക് ഏലിയാവ് പോയി. അവിടെ ദൈവത്തിൻ്റെ എക്കോണമി വർക്ക് ചെയ്യും. കാക്ക രാവിലെയും വൈകിട്ടും ഇദ്ദേഹത്തിന് വേണ്ടതെല്ലാം കൊണ്ട കൊടുക്കും. ഇപ്രാവശ്യം ഞാൻ ഗൾഫിൽ ചെന്നപ്പോൾ നല്ല ചൂടാ, പൊരിഞ്ഞ ചൂടാ. ഇന്നലെ ഞാനൊരു മെസ്സേജ് ഇട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട്? ചൂടൊന്നും കുറഞ്ഞിട്ടില്ല, നല്ല ചൂടാ. അവിടെ കൂടെ താമസിക്കുന്ന ഒരാളുടെ ഭാര്യ വരുന്നു, ഏത് നിലയിലാവും എന്ന് അറിഞ്ഞുകൂടാ, ഇന്ന് ഇറങ്ങാൻ പോവുക. മഴയുള്ള സ്ഥലത്തു നിന്നാണ് ഇങ്ങോട്ട് വന്ന് ഇറങ്ങണ. ചൂട് മണ്ഡലത്തിലേക്ക് ചിലർക്ക് വരുമ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല, അത്രയും ചൂടാ. അപ്പോൾ ഞാൻ അവിടെ ചെന്നിറങ്ങി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വീട്ടിൽ പുറത്തിറങ്ങി. വൈകിട്ട് എനിക്കിന്ന് ഇറങ്ങിയ സമയത്ത് എനിക്കൊരു ചായ കുടിക്കണമെന്നൊരാഗ്രഹം. പക്ഷെ കയ്യിൽ നോക്കിയപ്പോൾ ഒരു ദിറംസ് കൊടുക്കണം ഒരു ചായക്ക്. അവിടെ ഹോട്ടലിൽ ചെന്നിട്ട് ഒന്ന് ഹോൺ അടിച്ചാൽ മതി വാതിക്കൽ, അപ്പോൾ ചായയും കൊണ്ടെങ്കിൽ ഒരു അവിടുത്തെ രീതി എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഒരു ദിറംസ് കോയിന് അവരുടെ പ്ലേറ്റിൽ വെച്ച് കൊടുക്കും, ആ ചായയും എടുക്കും. ചിലടത്ത് കറാക്ക് ചായ എന്ന് പറയും, ചിലപ്പോൾ ചിലർ പറയും കടാക്കെന്ന് പറയും. അങ്ങനെ ആ ചായ കുടിക്കാനാകും. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ചേഞ്ച് ഒന്നുമില്ല. കാരണം എൻ്റെ വണ്ടിയിലായിരുന്നു ചേഞ്ച് ഇരിക്കണേ. എൻ്റെ വണ്ടി വേറെടുത്ത് കിടക്കുക. അപ്പോൾ അതിൽ വന്നപ്പോൾ കോയിൻ്റെ ബോക്സ് കാണാനില്ല. അപ്പം ഞാനത് എന്ത് ചെയ്തു, ഇനി കടയിൽ ചെന്നിട്ട് ഇനിയിപ്പോൾ 100 ദിറംസൊക്കെ കൊടുത്തിട്ട് ഇനിയിപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്ന് ചിന്തിച്ച് ചായക്കടയുടെ മുമ്പിൽ ചെന്നെങ്കിൽ അത് നോക്കിക്കൊണ്ടങ്ങ് പോയി. ചായ കുടിക്കാൻ നിന്നില്ല. എന്നിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു കമ്പ്യൂട്ടർ കടയുണ്ട്, അവിടെ ചെന്ന് അകത്തേക്ക് കയറിയപ്പോൾ കൂട്ടുകാരൻ അവിടെ ഇല്ല, നാട്ടിൽ പോയിരിക്കുക. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുണ്ട്. സ്റ്റാഫിനോട് പറഞ്ഞു, സാറേ കയറിയിരിക്കെ ചായ പറയട്ടെ പറഞ്ഞു. അപ്പോൾ എങ്ങനെ ഈ സ്റ്റാഫിനോട് ചായ പറയാൻ പറയണേ, ചായ കുടിക്കണമെന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ചായയൊന്നും വേണ്ട. പിന്നെ അവിടുന്ന് എന്തോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചായ വന്നു റെഡി. അപ്പം എൻ്റെ ഹൃദയം ആര് കണ്ടു? ദൈവം കണ്ടു. ചായ റെഡി. ഞാൻ ഹൃദയത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞു, ദൈവമേ നന്ദി. ഒരല്പം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്ത ഫോൺ കോൾ വരികയാണ്. ആരെന്ന് നോക്കിയപ്പോൾ ഒരു സഹോദരൻ. ആ സഹോദരൻ വിളിച്ചിട്ട് പറയാണ്, പാസ്റ്റർ എവിടെയാ? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നടുത്ത. അതെ, ഞാനിവിടെ പാസ്റ്ററിനുള്ള ഫുഡ് കൊണ്ട് വന്നേക്കുവാ. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഫുഡ്? ഞാൻ പറഞ്ഞു, കാട ഫ്രൈയും ചപ്പാത്തിയും. ഞാൻ പറഞ്ഞു, ഇത്തിരി നേരം വെയിറ്റ് ചെയ്യണം, ഞാൻ അങ്ങോട്ട് വരാട്ടോ. ചെന്നു, അത് മേടിച്ചു. അപ്പം ഞാൻ ഓരോ സമയത്തും കാണുകയാണ് സംതിങ് അമേസിങ്, ഡിഫറെൻ്റ് ആയിട്ടൊരു കാര്യം. അടുത്ത ദിവസം നോക്കിയപ്പോൾ ഇതാ വേറൊരു വീട്ടിൽ നിന്ന് ഒരു സെറ്റ് ഫുഡ്, ഇന്ന് കഴിക്കാനുള്ളത്, നാളെ കഴിക്കാനുള്ളത്, മറ്റന്നാൾ കഴിക്കാനുള്ളത് കൊടുത്തു വിട്ടേക്കുക. അപ്പം പെട്ടെന്ന് എനിക്ക് ഏലിയാവിടെ കാക്കയുടെ ഓർമ്മ വന്നു. ഇത് ഈ രാവിലെയും വൈകിട്ട് ഓരോരുത്തർ വരും. അടുത്ത ദിവസം കുറച്ച് ദിവസം, അതായത് ഈ ഫുഡ് തീരുന്നതിനനുസരിച്ച്, ദൈവത്തിന് അറിയാമല്ലോ എപ്പോൾ തീരുമെന്നൊക്കെ, കറക്റ്റ് അനുസരിച്ച് 140 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വേറെ സെറ്റ് ഫുഡ് വന്നേക്കണം. അപ്പം ഞാനൊക്കെ കാണുന്നത് ഈ ഏലിയാവിൻ്റെ കാക്കയാണ് കാണുന്നത്.
ഇത് ആരോട് ഫുഡ് ചോദിക്കുന്നില്ല, അവർ ഫുഡായിട്ട് ഇങ്ങനെ വരികയാണ്. രാവിലെ വൈകിട്ട് ഇങ്ങനെ ഫുഡായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി അങ്ങ് ചെല്ലുമ്പോൾ എനിക്ക് അടുത്ത ദിവസം മീറ്റിംഗ് ഉണ്ട്. അവിടെ ചെന്നപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവൻ വണ്ടി കയറിയപ്പോൾ കൂടെയുള്ള സഹോദരൻ തൻ്റെ കയ്യിലെ സിം ഊരിയിട്ട് എൻ്റെ ഇടയ്ക്ക് തന്നു. ഇതാ പാസ്റ്ററിന് ഉപയോഗിക്കാൻ ഇതിൽ ഇൻ്റർനെറ്റ് ഉണ്ട്, ഉപയോഗിച്ചു. അപ്പം അതിൻ്റെ കാര്യം സോൾവായി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സഹോദരൻ പറയാണ്, ഇതാ വൈഫൈയുടെ പാസ്വേഡ് ഇത് ഉപയോഗിച്ചു. അപ്പോൾ ഇൻ്റർനെറ്റ് പ്ലസ് ആയി, ഒന്നായി ഇല്ലേ? അപ്പോൾ ഓരോ മേഖലയിൽ നിന്നും നമുക്ക് വേണ്ടതെല്ലാം വന്നുകൊണ്ടിരിക്കുക. പിന്നെ അതുകൂടാതെ അവിടെ വീട്ടിൽ താമസിക്കുന്ന സഹോദരൻ രാവിലെയും വൈകിട്ടും സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കും. എനിക്ക് ഫുഡ് തരുന്ന പുള്ളിക്കൊരു ലഹരിയായി. ദൈവം ആക്കി വിടുകയാണ്. ഞാനോ ഫുൾ ടൈം, ഞാനാണെങ്കിൽ അടുക്കള കയറി ഒന്നും ഉണ്ടാക്കില്ല. ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് കഞ്ഞി വയ്ക്കും. മാത്രമല്ല സമയം കളയാതിരിക്കാൻ ഒരു കറിയുടെ മണ്ഡലത്തിലേക്കും പോകില്ല. പകരം മുളക് കൊണ്ടാട്ടം വറുത്തെടുത്ത് വെച്ചേക്കും, തൈരും മേടിച്ചു വെച്ചിട്ടുണ്ടാവും. മതി, എനിക്കത് മതി, വേറൊന്നും വേണ്ട. കാരണം സമയം കളയാനില്ല, ബാക്കിയുള്ള സമയം മുഴുവൻ സൃഷ്ടാവിന് വേണ്ടി നിലനിർത്തുക. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു സാഹചര്യം ഒരുങ്ങാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരൻ, ഇത് ഓരോരുത്തരെയും കാണുമ്പോൾ ഓരോ ഭാഗത്തുനിന്നും ഈ കാക്ക വരുന്നത് പോലെ ഓരോന്ന് കാണാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് എൻ്റെ അകത്ത് വന്ന ചിന്തകൾ, ദൈവമേ നന്ദി, കാണുന്നോടത്തൊക്കെ കാക്ക, ദൈവത്തിൻ കാക്ക, നോക്കുന്നോടത്തൊക്കെ കാക്ക, ദൈവത്തിൻ കാക്ക. ഞാൻ ചിന്തിച്ചു, ഇതൊരു പാട്ടാണല്ലോ. കാണുന്നോടത്തൊക്കെ കാക്ക, ദൈവത്തിൻ കാക്ക, നോക്കുന്നോടത്തൊക്കെ കാക്ക, ദൈവത്തിൻ കാക്ക. മനസ്സിലായോ? ഉടനെ വന്ന ലൈനുകൾ എഴുതി അപ്പം തന്നെ അഭിലാഷിന് അയച്ചു കൊടുത്തു. അഭിലാഷ് ബ്രദറെ, ദേ വരുന്നു ഒരു പുതിയ പാട്ട്. ആർക്കുള്ള പാട്ടാ? യേശുവെ അനുഗമിക്കുന്നവർക്കുള്ള പാട്ടാ. ആർക്കുള്ളതാ? ഫോർവേഡ് ഗിയർ ഇട്ടവർക്കുള്ള പാട്ടാ. റിവേഴ്സ് ഗിയറിൽ കുടുങ്ങിയവർക്കല്ല, ഫോർവേഡ് ഗിയർ. റിവേഴ്സ് ഗിയർ ഇട്ടവർ ദൈവം തന്ന സമയം വിറ്റ് കഴിച്ചോളണം. ഫോർവേഡ് ഗിയർ ഇട്ടവർ അവർ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ട് ക്രിസ്തുവെ അനുഗമിച്ച് ക്രിസ്തുവെ ധരിച്ചു പോകുന്നത് കൊണ്ട് 25-ലധികം പ്രാവശ്യം എന്നെ അനുഗമിക്കുമെന്ന് വിശുദ്ധ ബൈബിൾ പറഞ്ഞതനുസരിച്ച് അവർ പോകുന്നത് കൊണ്ട് യേശു പറഞ്ഞു, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് എന്തു തിന്നും, എന്തു കുടിക്കും, എന്തെടുക്കും എന്നുള്ളത് നിങ്ങൾക്ക് ചേർത്ത് നൽകുവാനായിട്ട് ഇടയാകും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത് വചനത്തിൽ പറഞ്ഞ സത്യമാണ്. എക്കോണമി ചേഞ്ച് ചെയ്യുക. ലോകത്തിൻ്റെ എക്കോണമിയിൽ നിന്ന്, നമ്മളെ കുടുക്കുന്ന നശിപ്പിക്കുന്ന എക്കോണമിയിൽ നിന്ന് നമ്മളെ വളർത്തുന്ന കരുതുന്ന എക്കോണമിയിലേക്ക് നമ്മൾ മാറണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ പാട്ട് ഒന്ന് കേട്ട് അനുഭവിച്ച്, നിങ്ങൾ ആരെങ്കിലും ഉള്ളിൽ ഇപ്പോൾ അസൂയ വല്ലതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? അത് ലോകത്തിൻ്റെ എക്കോണമിയിൽ കുടുങ്ങിപ്പോയപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ അതൊക്കെ അവിടെ വിട്ടിട്ട് നമുക്ക് ഈ യേശുവെ അനുഗമിച്ച് മുന്നോട്ടേക്ക് പോകാം. എൻ്റെ ജീവിതത്തിൽ ഇത് കടന്നു വരുവാൻ തക്കവണ്ണം പ്രാർത്ഥിച്ചുകൊണ്ടും അതനുസരിച്ച് എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ഹല്ലേലൂയ. എഴുന്നേറ്റാട്ടെ, ദൈവസന്നിധി എഴുന്നേറ്റാട്ടെ. ഹല്ലേലൂയ. ആ പാട്ട് ഇടാനായിട്ട് ഇവിടെ ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഞാൻ ഇട്ട് തരാം. ഓ ഫാദർ, വി താങ്ക് യു, വി ഗിവ് യു ഗ്ലോറി. താതനോട് കൂടെ ജീവിപ്പാൻ ദൈവരാജ്യം അന്വേഷിച്ചാൽ, ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ കൂടെ ജീവിപ്പാൻ തയ്യാറുള്ള മനുഷ്യർക്കെല്ലാം ദൈവകരം വെളിപ്പെടുമേ. ദൈവത്തിൻ മക്കൾക്ക് വേണ്ടതെല്ലാം അപ്പൻ ഒരുക്കിയിടുമേ.
താതനോട് കൂടെ ജീവിപ്പാൻ ദൈവരാജ്യം അന്വേഷിച്ചാൽ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൽ കൂടെ ജീവിപ്പാൻ തയ്യാറുള്ള മക്കൾക്കെല്ലാം ദൈവകരം വെളിപ്പെടുമേ. ദൈവത്തിൻ മക്കൾക്കു വേണ്ടതെല്ലാം അപ്പൻ കൊടുത്തിടുമേ. കാണുന്നതൊക്കെ കാക്ക, ദൈവത്തിൻ കാക്ക. നോക്കുന്നിടത്തൊക്കെ കാക്ക, ദൈവത്തിൻ കാക്ക. കാണുന്നിടത്തൊക്കെ കാക്ക, ദൈവത്തിൻ കാക്ക. നോക്കുന്നിടത്തൊക്കെ കാക്ക, ദൈവത്തിൻ കാക്ക. ഗ്ലോറി ഗ്ലോറി. അപ്പനോട് കൂടെ ജീവിപ്പാൻ ധൂർത്തപുത്രൻ തിരിഞ്ഞ പോലെ ദൈവത്തിൻ വിളിക്കു മുമ്പിൽ പൂർണ്ണമായി നാം തിരിഞ്ഞിടാം. ഏകാത്മാവിൽ പിതാവിൽ പ്രവേശിക്കാൻ അനുഗമിച്ചിടാം യേശുവിൻ പിന്നാലെയെങ്കിൽ. അപ്പനോട് കൂടെ ജീവിപ്പാൻ ധൂർത്തപുത്രൻ തിരിഞ്ഞ പോലെ ദൈവത്തിൻ വിളിക്കു മുൻപിൽ പൂർണ്ണമായി നാം തിരിഞ്ഞിടാം. ഏകാത്മാവിൽ പിതാവിൽ പ്രവേശിപ്പാൻ അനുഗമിച്ചിടാം യേശുവിൻ പിന്നാലെയെങ്കിൽ. കാണുന്നോടൊക്കെ കാക്ക, ദൈവത്തിൻ കാക്ക. നോക്കുന്നിടത്തൊക്കെ കാക്ക, ദൈവത്തിൻ കാക്ക. കാണുന്നിടത്തൊക്കെ കാക്ക, ദൈവത്തിൻ കാക്ക. നോക്കുന്നിടത്തൊക്കെ കാക്ക, ദൈവത്തിൻ കാക്ക. Jesus. Amen. ധൂർത്തപുത്രൻ വീട്ടിലെത്തുന്നതിനു മുമ്പേ അംഗീകാരം പിതാവോടിയെത്തി സ്നേഹത്താൽ പുണർന്നു മോനെ. ഇരിക്കാതെ വന്നു ഭക്ഷണം, കൈനിട്ടാതെ വന്നു വസ്ത്രം, പാദത്തിൽ പാദരക്ഷ, കൈവിരലിൽ മോതിരവും. ധൂർത്തപുത്രൻ വീട്ടിലെത്തുന്നതിനു മുമ്പേ അംഗീകാരം പിതാവോടിയെത്തി സ്നേഹത്താൽ പുണർന്നു മോനെ. ഇരക്കാതെ വന്നു ഭക്ഷണം, കൈനിട്ടാതെ വന്നു വസ്ത്രം, പാദത്തിൽ പാദരക്ഷ, കൈവിരലിൽ മോതിരവും. കാണുന്നിടത്തൊക്കെ കാക്ക, ദൈവത്തിൻ കാക്ക. നോക്കുന്നിടത്തൊക്കെ കാക്ക, ദൈവത്തിൻ കാക്ക. കാണുന്നിടത്തൊക്കെ കാക്ക, ദൈവത്തിൻ കാക്ക. നോക്കുന്നിടത്തൊക്കെ കാക്ക, ദൈവത്തിൻ കാക്ക. താതനോട് കൂടെ ജീവിപ്പാൻ ദൈവരാജ്യം അന്വേഷിച്ചാൽ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ കൂടെ ജീവിപ്പാൻ തയ്യാറുള്ള മനുഷ്യർക്കെല്ലാം ദൈവകാരം വെളിപ്പെടുമേ. ദൈവത്തിൻ മക്കൾക്ക് വേണ്ടതെല്ലാം അപ്പൻ കൊടുത്തിടുമേ. താതനോട് കൂടെ ജീവിപ്പാൻ ദൈവരാജ്യം അന്വേഷിച്ചാൽ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ കൂടെ ജീവിപ്പാൻ തയ്യാറുള്ള മനുഷ്യർക്കെല്ലാം ദൈവകരം വെളിപ്പെടുമേ. ദൈവത്തിൻ മക്കൾക്ക് വേണ്ടതെല്ലാം അപ്പൻ കൊടുത്തിടുമേ. കാണുന്നിടത്തൊക്കെ കാക്ക, ദൈവത്തിൻ കാക്ക. ഗ്ലോറി. നോക്കുന്നിടത്തൊക്കെ കാക്ക, ദൈവത്തിൻ കാക്ക. ഗ്ലോറി ഗ്ലോറി. കാണുന്നിടത്തൊക്കെ കാക്ക, ദൈവത്തിൻ കാക്ക. ആമേൻ ആമേൻ. നോക്കുന്നിടത്തൊക്കെ കാക്ക,
ദൈവത്തെ കാക്കാം. ഗ്ലോറി ഗ്ലോറി. സാധനങ്ങളോട് കൂടെ ചെറുക്കി കാക്കാം ദൈവത്തെ കാക്കാം. നോക്കി നേടത്തൊക്കെ കാക്കാം. ദൈവത്തെ കാക്കാം. ഗ്ലോറി ഗ്ലോറി. അപ്പനോട് കൂടെ ജീവിപ്പാൻ ധൂർത്തപുത്രൻ തിരിഞ്ഞ പോലെ ദൈവത്തിൻ വിളിക്കു മുമ്പിൽ പൂർണ്ണമായ തിരിഞ്ഞേടാ. ഏകാത്മാവിൽ പിതാവിൽ പ്രവേശിപ്പാൻ അനുഗ്രഹിച്ചിടാം യേശുവിൻ പിന്നാലെയെങ്കിൽ. അപ്പനോട് കൂടെ ജീവിപ്പാൻ ധൂർത്തപുത്രൻ തിരിഞ്ഞ പോലെ ദൈവത്തിൻ വിളിക്കു മുൻപിൽ പൂർണ്ണമായി നാം തിരിഞ്ഞേറാം. ഏകാത്മാവിൽ പിതാവിൽ പ്രവേശിക്കാൻ അനുഗ്രഹിച്ചിടാം യേശുവിൻ പിന്നാലെയെങ്കിൽ. കാണുന്നേടത്തൊക്കെ കാക്കാം ദൈവത്തിൻ കാക്കാം. ആമേൻ ആമേൻ. നോക്കി നേടത്തൊക്കെ കാക്കാം. ദൈവത്തെ കാക്കാം. ആമേൻ ആമേൻ. കാണുന്നിടത്തൊക്കെ കാക്കാം. ദൈവത്തെ കാക്കാം. ആമേൻ ആമേൻ. നോക്കി നേടത്തൊക്കെ കാക്കാം. ദൈവത്തെ കാക്കാം. ഗ്ലോറി ഗ്ലോറി. കാണുന്നേടത്തൊക്കെ കാക്കാം. ദൈവത്തെ കാക്കാം. ആമേൻ ആമേൻ. നോക്കുന്നിടത്തൊക്കെ കാക്കാം. ദൈവത്തെ കാക്കാം. പുത്രപുത്രൻ വീട്ടിലെത്തും അതിനു മുമ്പേ അംഗീകാരം പിതാവോ എത്തി സ്നേഹത്താൽ പുണർന്നു മോനെ. ഇരക്കാതെ വന്നു ഭക്ഷണം കൈനീട്ടാതെ വന്നു വസ്ത്രം. പാദത്തിൽ പാദരക്ഷ കൈവിരലിൽ മോതിരവും. പുത്രപുത്രൻ വീട്ടിലെത്തും അതിനു മുമ്പേ അംഗീകാരം പിതാവോ എത്തി സ്നേഹത്താൽ പുണർന്നു മോനെ. ഇരക്കാതെ വന്നു ഭക്ഷണം കൈനീട്ടാതെ വന്നു വസ്ത്രം. പാദത്തിൽ പാദരക്ഷ കൈവിരലിൽ മോതിരവും. കാണുന്നിടത്തൊക്കെ കാക്കാം. ദൈവത്തെ കാക്കാം. ഓ ഹോലി. നോക്കുന്നിടത്തൊക്കെ കാക്കാം. ദൈവത്തെ കാക്കാം. ആമേൻ ആമേൻ. കാണുന്നിടത്തൊക്കെ കാക്കാം. ദൈവത്തെ കാക്കാം. ആമേൻ ആമേൻ. നോക്കുന്നിടത്തൊക്കെ കാക്കാം. ദൈവത്തെ കാക്കാം. ഗ്ലോറി ഗ്ലോറി. കാണുന്നിടത്തൊക്കെ കാക്കാം. ദൈവത്തെ കാക്കാം. ആമേൻ ആമേൻ. നോക്കുന്നിടത്തൊക്കെ കാക്കാം. ദൈവത്തെ കാക്കാം. ഗ്ലോറി ഗ്ലോറി. കാണുന്നിടത്തൊക്കെ കാക്കാം. വിശ്വാസത്തോടെ വിശ്വാസത്തോടെ നിന്റെ ജീവിത വിഷയങ്ങളുടെ മേലെ, നിന്റെ ജീവിതത്തിന്റെ മേലെ, നിന്റെ കുടുംബത്തിന്റെ മേലെ, നിന്റെ ശരീരത്തിന്റെ മേലെ, നിന്റെ സാമ്പത്തികത്തിന്റെ മേലെ, സർവ മേഖലയിലോ നിന്റെ ആത്മീയത്തിന്റെ മേലെ ദൈവത്തിന്റെ കാക്ക കടന്നു വരുവാൻ, ദൈവത്തിന്റെ സംവിധാനം കടന്നു വരുവാൻ, ദൈവത്തിന്റെ ബലം കടന്നു വരുവാൻ ഈ ഹോളിൽ മാത്രമല്ല ഈ ശബ്ദ കാഴ്ചവരയിൽ ആയിരിക്കുന്ന എല്ലാവരുടെ മേലും വിശ്വാസത്താൽ സ്വീകരിച്ചാട്ടെ. വിശ്വാസം സ്വീകരിച്ചാട്ടെ. വിശ്വാസം സ്വീകരിച്ചാട്ടെ. അപ്പന്റെ അടുക്കലേക്കുള്ള യാത്ര, യേശുവെ അനുഗമിച്ചുകൊണ്ടുള്ള യാത്ര, അപ്പന്റെ അടുക്കലേക്കുള്ള യാത്ര, യേശുവെ അനുഗമിച്ചുകൊണ്ടുള്ള യാത്ര ഇന്ന് നിന്റെ ജീവിതത്തിൽ ആരംഭിക്കട്ടെ. ഇന്ന് നിന്റെ ജീവിതത്തിൽ ആരംഭിക്കട്ടെ. ഓ ലോർഡ്, ഐ ലവ് യു ഡാഡി. ലവ് യു അപ്പ. അങ്ങയുടെ കരയും മക്കളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി വെളിപ്പെടുന്ന പിതാവ്, അങ്ങയുടെ പ്രൊവിഷൻ ഈ വാക്കിന് മേല് ഈ ഭൂമിയെ കൽപ്പിക്കുകയാ. ഈ ശബ്ദ കാഴ്ചവരയിലുള്ള എല്ലാ ജനത്തിന്റെ മേലും ആ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ ഈ മക്കളെ കൽപ്പിക്കുകയാ. ഇവർ യേശുവെ അനുഗമിക്കാനിടയാകട്ടെ. ദൈവങ്ങളുടെ സമാധാനവും സമ്പത്തും ജീവനും എല്ലാ നന്മകളും ഇവരുടെ പുറകെ എത്തിച്ചേരുവാനിടയാകട്ടെ. അതിനായി ഇവരെ അനുഗ്രഹിക്കുന്നു. എല്ലാ മേഖലയിലും ഈ മക്കളുടെ അനുഗ്രഹമായി വെളിപ്പെടട്ടെ. എല്ലാ മേഖലയിലും ഈ മക്കളുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്താൽ നയിക്കപ്പെടട്ടെ. ദൈവത്താൽ നടത്തപ്പെടട്ടെ. ദൈവത്താൽ നയിക്കപ്പെടട്ടെ. ദൈവത്താൽ നടത്തപ്പെടട്ടെ. എല്ലാ മേഖലയിലും ഇവരുടേതായ
എല്ലാ ചുരുങ്ങിയ അവസ്ഥയെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാം മാറ്റപ്പെടട്ടെ. എല്ലാ കെട്ടപ്പെട്ട അവസ്ഥയെ യേശുവിന്റെ നാമത്തിൽ മാറ്റപ്പെടട്ടെ. എല്ലാ കെട്ടപ്പെട്ട അവസ്ഥയെ യേശുവിന്റെ നാമത്തിൽ മാറ്റപ്പെടട്ടെ. ഇവരുടെ ആവശ്യങ്ങളുടെ മേലെ ദൈവത്തിന്റെ പരിഹാരം, ദൈവത്തിന്റെ കാക്ക വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ പ്രൊവിഷൻ വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ നന്മകൾ വെളിപ്പെടട്ടെ. യേശുവെ അനുഗമിക്കുന്ന ഈ ജനത്തിന്റെ മേല്, യേശുവെ അനുഗമിക്കുന്ന ഈ ജനത്തിന്റെ മേല് ദൈവത്തിന്റെ പ്രൊവിഷൻ, ദൈവത്തിന്റെ കാക്ക വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി അപ്പാ, നന്ദി. Glory to God. പ്രിയ ദൈവജനമേ, എന്തിനാണ് ദൈവം ഇത് അറിയിച്ച് ഈ വചനങ്ങൾ ഒരു പാഠ്യരൂപത്തിൽ നിങ്ങൾക്ക് തന്ന എന്തിനാണെന്നറിയാമോ? നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട്. നിങ്ങൾ ഇവിടെ കിടന്ന് കുടുങ്ങാനല്ല. ഹല്ലേലൂയ. പിൻപിലുള്ളതിനെ മറക്കുക, മുൻപിലേക്ക് പോവുക. പിൻപിലുള്ളതിനെ മറക്കുക, മുൻപിലേക്ക് പോവുക. ഹല്ലേലൂയ. പിൻപിൽ എന്തെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ? അതിൻ്റെ ചുറ്റും കിടന്ന് വട്ടം കറങ്ങാതെ നിങ്ങൾ മുൻപിൽ ലക്ഷ്യമാക്കി പോവുക. ഹല്ലേലൂയ. പിൻപില് പല വിഷയങ്ങളും പിൻപിലുണ്ട്, അതൊക്കെ അങ്ങ് മറക്കുക. അതങ്ങ് വേണ്ടിയിട്ട് യേശു അനുകരിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾക്ക് ചേർന്ന് വരും. മനസ്സിലാവുന്നുണ്ടോ? വേണ്ടതെല്ലാം വരും. ഇത് എനിക്ക് വന്നതിൽ ചിലത് നിങ്ങളോട് പറഞ്ഞോളൂ, അല്ലേ? ചിലതേ പറഞ്ഞോളൂ. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ യേശു അനുഗമിച്ച് പോകുന്നത് ഇവിടെ കിടന്ന് വട്ടം കറങ്ങരുത്. ഇവിടെ നിങ്ങൾ വട്ടം കറങ്ങുന്ന കാര്യം എന്നറിയാമോ? നമ്മൾ പലതും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. വിട്ടുകൊടുക്കാൻ വിട്ടുകൊടുത്ത് പുറത്തേക്ക് പോകും. മനസ്സിലായോ? വിട്ടുകൊടുത്ത് പുറത്ത്. ആരോടോ ദൈവം സംസാരിക്കുന്നത്? വിട്ടുകൊടുത്ത് പറയും. അത് ഞാൻ കേസ് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചിട്ട് പോകാൻ ഇരിക്കുക. വിട്ടുകളാ. അത് നിന്നെ വിടത്തില്ല. പിൻപിലുള്ളതിനെ മറക്കണം, വിട്ടുകളാ. എന്നിട്ട് മുമ്പോട്ട് പോകും. ഹല്ലേലൂയ. അയാൾ എനിക്ക് നഷ്ടം വരുത്തി, ഞാനത് ശരിയാക്കിയിട്ട് പോകും. വിട്ടുകളാ. ഹല്ലേലൂയ. നിനക്കത് ദൈവം ശരിയാക്കി തന്നെങ്കിൽ നിന്റെ യാത്രയിൽ ദൈവം ശരിയാക്കി തന്നോളൂ. നീ അതിലേക്കല്ല നോക്കണം, നിന്റെ നോട്ടം ദൈവത്തിങ്കിലേക്ക് ഇരിക്കട്ടെ. ഹല്ലേലൂയ. ക്രിസ്തുവെ അനുഗമിച്ച് മുമ്പോട്ടേക്ക് പോ. ആരോടൊക്കെയോ ദൈവം സംസാരിക്കും. ക്രിസ്തുവെ അനുഗമിച്ച് മുന്നോട്ടേക്ക് പോ. പിൻപിലുള്ളത് ഒരിക്കലും ശരിയാകത്തില്ല. ശരിയായാലും ശരിയാകത്തില്ല. അതവിടെ കിടക്കും. പിൻപിലുള്ളതിനെ നീ മറക്ക, മുൻപിൽ ലക്ഷ്യമാക്കി പോ. ഒരല്പസമയമേ ഉള്ളൂ നിനക്ക് യാത്ര ചെയ്യാനായിട്ട്. ഈ യാത്രയിൽ പാപത്തിൽ കുടുങ്ങാതെ മുന്നോട്ടേക്ക്. പിൻപിലുള്ളതിനൊക്കെ ഡിസൈൻ ചെയ്തേക്കുന്നത് നീ ദൈവത്തെ മറക്കാനും നീ ദൈവത്തെ നിന്നിൽ നിന്ന് മറയ്ക്കാനുമാണ്. നിന്നെ പാപത്തിൽ കൊടുക്കാനാ പിൻപിലുള്ളതൊക്കെ. എന്നാൽ അതിനെ നീ മറക്കുന്നതോടുകൂടെ പിശാചിന്റെ ബലം നിന്നിൽ നിന്ന് പോയി. പിന്നെ നീ മുമ്പോട്ട് പോവുക. മുൻപോട്ട് യേശുവെ അനുഗമിച്ച് പോകുമ്പോൾ നിനക്ക് വേണ്ടതൊക്കെ എത്തും. ആ ധൂർത്തപുത്രൻ നിങ്ങളോട് നോക്കിയേ. ധൂർത്തപുത്രൻ പറയുക, എനിക്ക് ഈ പന്നിക്കൂട്ടിൽ നല്ലൊരു ജോലി കിട്ടിയിട്ട്, പ്രമോഷനുള്ള ജോലി കിട്ടിയിട്ട് വേണം അവസാനം ഇനി അപ്പനെ ഒന്ന് അന്വേഷിക്കാൻ. അവനവിടെ കിടക്കുകയുള്ളൂ പന്നിക്കൂട്ടിൽ. ലോകത്തെ കാണിക്കുന്ന പന്നിക്കൂട്ടിനെ. പകരം ആ പ്രശ്നത്തിൻ്റെ നടുവിൽ അവൻ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോൾ അവന് അംഗീകാരം കൊടുക്കാത്ത ലോകത്ത് നിന്ന് അവൻ യാത്ര ചെയ്തപ്പോൾ അവൻ്റെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് അംഗീകാരം തേടി വന്നു. അവൻ നടക്കുന്നത് കണ്ട അപ്പൻ ഓടി വന്ന് ഈ യൂണിവേഴ്സിലെ ഏറ്റവും വലിയ അംഗീകാരം അവൻ്റെ അപ്പൻ അവനായിരുന്ന അവസ്ഥയിൽ കെട്ടിപ്പിടിച്ചു. മനസ്സിലായോ? അവനായിരുന്ന അവസ്ഥയിൽ, അതായത് ദൈവം അവനെ അംഗീകരിച്ചു. അവനായിരുന്ന അവസ്ഥയിൽ അവൻ കുളിച്ചിട്ടില്ല, അവൻ വസ്ത്രം മാറിയിട്ടില്ല, പന്നിക്കൂടുകൾ നാറിയിട്ടുണ്ടാവും, എല്ലാം ശരിയാ. ആ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ കാത്തിരിക്കുന്ന, നിന്നെ അംഗീകരിക്കുന്ന ഒരു അപ്പനുണ്ട്. മനസ്സിലായോ? അവനെ അംഗീകരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് ചെന്നിട്ട് അവൻ്റെ വസ്ത്രം മാറുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൻ അതേ അവസ്ഥയിൽ അപ്പനോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ അതേ അവസ്ഥയിൽ അവനെ ശുദ്ധീകരിച്ചെടുക്കുകയാണ്. അവന് വേണ്ട ഭക്ഷണം കൊടുക്കുകയാണ്. അവന് വേണ്ടതൊക്കെ അവൻ പറയാതെ തേടി വരികയാണ്. നിങ്ങൾ കാണണം, അതാ പാട്ടിൽ എഴുതിയിരിക്കുന്നത്. ചോദിക്കാതെ വന്നു ഭക്ഷണം, വസ്ത്രം, അംഗീകാരം, മോതിരം ഒക്കെ ചോദിക്കാതെ വരികയാണ്. ഇതാ യേശു പറഞ്ഞേ, നിങ്ങൾക്ക് ഇതൊക്കെ വേണമെന്ന് നിങ്ങളുടെ അപ്പനെ അറിയാം. ഹല്ലേലൂയ. അപ്പനെ അന്വേഷിക്കുക. ആദ്യം അപ്പൻ്റെ അധികാര സീമയിൽ ജീവിക്കുന്നതിനെ കുറിച്ച് അന്വേഷിക്കുക.
പകരം നമ്മൾ അങ്ങോട്ട് തിരിയാതെ ഈ പന്നിക്കൂട്ടി കിടന്ന് ഇവിടെ കിട്ടിയാൽ മതി, ഇവിടെ കിട്ടിയാൽ മതി എന്ന് പറയുന്ന നമ്മളുടെ മതഭക്തിയാണ് നമ്മളെ അപകടത്തിലാക്കുന്നത്. പകരം യേശുവിനെ അനുഗമിച്ച് യേശുവിൻ്റെ പിന്നാലെ ചെല്ല്, വേണ്ടതെല്ലാം അപ്പോഴപ്പോൾ കിട്ടും. മനസ്സിലാകുന്നുണ്ടോ? സത്യസന്ധമായി യേശുവെ ഞാൻ അനുഗമിക്കുന്നുണ്ടോ എന്ന് ഓനവൻ തീരുമാനിക്കുക. അവനവനോട് ചെയ്ത്. എൻ്റെ മക്കളെ, കർത്താവ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ കർത്താവിൻ്റെ കാര്യം നിങ്ങൾ നോക്കും? മനസ്സിലായോ? നിങ്ങളുടെ സമയം മുഴുവൻ അത് പിടിച്ചുകൊണ്ട് പോകും. മനസ്സിലായോ? ഹല്ലേലൂയ. ദൈവം വെച്ച അധികാരികൾക്ക്, അതോറിറ്റിക്ക് കീഴടങ്ങണം. അതോറിറ്റിയുടെ മുകളിൽ കയറി ഭരിക്കാൻ പോകരുത്. മനസ്സിലാകുന്നുണ്ടോ? ദൈവം എല്ലാത്തിനും അതോറിറ്റി വെച്ചിട്ടുണ്ട്. അതോറിറ്റിയുടെ മുകളിൽ കയറി ഭരിക്കാൻ പോകരുത്. ആ അതോറിറ്റിക്ക്, ദൈവം വെച്ച എല്ലാ അതോറിറ്റിക്കും കീഴടങ്ങിയിരിക്കണം. ഹല്ലേലൂയ. അതോറിറ്റിക്ക് മേളിൽ കയറി ഭരിക്കാൻ പോയാൽ ശിക്ഷണ നടപടികളുണ്ടാകും. ഇത് ദൈവരാജ്യമാണ്. ഹല്ലേലൂയ. ആർക്കും ഒന്നും തടയാൻ പറ്റത്തില്ല. അതിൽ കടന്ന് കുഴഞ്ഞു പോകരുത്. ഹല്ലേലൂയ. ഒരിക്കൽ തിരിച്ചറിഞ്ഞാൽ ദൈവം എന്നെ ശിക്ഷിച്ചു, അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെ ഉള്ളൂ? ദൈവം ശിക്ഷിച്ചെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് ജീവിതം കറക്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. ഹല്ലേലൂയ. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം എല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കുക. അപ്പൻ്റെ കൈ കുറുകിയിട്ടില്ല. അപ്പൻ ഇന്ന് സിംഹാസനത്തിൽ തന്നെയാണ്. സർവ്വ പ്രപഞ്ചവും വാഴുന്നത് അപ്പനാ. ഇത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുക. ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ കാണാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ അപ്പൻ ഒരു ഭാഗത്ത് ദഹിപ്പിക്കുന്ന അഗ്നിയാ, അപ്പോൾ തന്നെ മറുഭാഗത്ത് ദൈവസ്നേഹമാണ്. ഹല്ലേലൂയ. ഒരു ഭാഗത്ത് നമ്മളെ ശിക്ഷിക്കുമായിരിക്കാം, അത് നമ്മളെ തകർക്കാനല്ല, നമ്മളെ പണിയുവാനാണ്. എന്നാൽ മറുഭാഗത്ത് നമ്മുടെ അപ്പൻ നമ്മളെ എപ്പോഴും പണിതുകൊണ്ടിരിക്കുക. ക്രിസ്തേശുവിലൂടെ, തൻ്റെ ആത്മാവിലൂടെ നമ്മളെ പണിതുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, റിവേഴ്സ് ഗിയറിൽ നിന്ന് ഫോർവേഡ് ഗിയറിലേക്ക് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഒരുക്കുക. ഇനി റിവേഴ്സ് അല്ല, ഇനി പുറകിലേക്കല്ല, മൃഗതുല്യമായ ജീവിതമല്ല. മൃഗം കാഴ്ചയാൽ ജീവിക്കുന്നു. അത് ഭക്ഷണത്തിന് വേണ്ടി അത് കാഴ്ചയാൽ എവിടെ ഭക്ഷണം കണ്ടോ അങ്ങോട്ടേക്ക് ഓടുന്നു. നമ്മൾ അങ്ങനെയല്ല ആയിരിക്കരുത്. എവിടെ ദൈവസാന്നിധ്യം ഉണ്ടോ അങ്ങോട്ടേക്ക് ഓടണം. എവിടെ ദൈവസാന്നിധ്യം ഉണ്ടോ അങ്ങോട്ടേക്ക് ഓടണം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അവിടെയാണ് നമ്മൾ. ഇതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ 3 ശിഷ്യന്മാര് പത്രോസ്, യോഹന്നാൻ, യാക്കോബും പറഞ്ഞത് നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലത്. മനസ്സിലായോ? നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലത്. കാരണം ഇവിടെ ദൈവ സാന്നിധ്യമുണ്ട്. നമ്മളുടെ അന്വേഷണം മുഴുവൻ നമ്മുടെ അപ്പനെയാണ്, അപ്പൻ്റെ സാന്നിധ്യത്തെയാണ്. അവിടെയാണ് നമ്മൾ നിലകൊള്ളേണ്ടത്. അങ്ങോട്ടേക്കാണ് നമ്മൾ ഓടേണ്ടത്. ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത് ദൈവത്തോട് ഒരുമിച്ചിട്ടുള്ള ആ സബത്ത് അനുഭവത്തിലേക്കാണ്. ഹല്ലേലൂയ. നിത്യം ദൈവത്തോട് കൂടെ വസിപ്പാൻ. ഇതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവം നമ്മെ കോപത്തിനല്ല വിളിച്ചത്. നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന്. അധികം ദിവസം നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയോട് ജീവിക്കാൻ പറ്റില്ല, മക്കളോട് ജീവിക്കാൻ പറ്റില്ല. ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന് അതിനുവേണ്ടി ഒരുങ്ങ്. അതിനുവേണ്ടി റിവേഴ്സ് ഗിയറിൽ മനുഷ്യരോടുകൂടെ, മരണമുള്ള മനുഷ്യരോടുകൂടിയാണ് ജീവിക്കണേ. എന്നാൽ ഫോർവേഡ് ഗിയർ ഇടുമ്പോൾ മരണമില്ലാത്ത ദൈവത്തോടു കൂടെ ജീവിപ്പാൻ ദൈവം എന്നെയും നിങ്ങളെ യാത്ര ഒരുക്കുകയാണ്. ഹല്ലേലൂയ. അതിനുവേണ്ടി തയ്യാറായിരിക്കാം. അതിനുവേണ്ടി നമുക്ക് തയ്യാറാകാം. തുടർന്ന് ബാലൻസ് ഉള്ളത് അടുത്ത ചെറിയൊരു ഇൻ്റർവെല്ലിന് ശേഷം നമ്മൾ ബാലൻസ് ഉള്ള സന്ദേശം നമുക്ക് വീണ്ടും കേൾക്കാം. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന ചിന്തയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നന്ദി അപ്പാ, നന്ദി. പ്രിയ നല്ല പിതാവേ, റിവേഴ്സ് ഗിയറിൽ നിന്ന് ഫോർവേഡ് ഗിയറിലേക്ക് നശിപ്പിക്കുന്ന തലതിരിഞ്ഞ് ഈ ലോകത്ത് നിന്ന് നേരായ അങ്ങയുടെ ദൈവരാജ്യത്തിലേക്ക് അങ്ങ് തന്ന ഈ സന്ദേശത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ തിരിച്ചറിയുന്നു, 6-ാം ദിവസം സൃഷ്ടിച്ച ഞങ്ങൾ 6-ൽ നിന്ന് പുറകിലേക്ക് പോയി മൃഗത്തോട് തുല്യരായി കാഴ്ചയാൽ ജീവിക്കുന്നവരാ. എന്നാൽ ഇനി കാഴ്ചയാൽ ജീവിക്കാതെ സുബോധം പ്രാപിച്ച് ആത്മാവിനാൽ ജീവിക്കുന്നവരായി യേശു ക്രിസ്തുവിൽ ഞങ്ങൾ വളരപ്പെടുവാൻ അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കിയ നിത്യസമ്പത്ത് അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഈ ജനത്തെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ന് പാടിയ പാട്ട് പോലെ അപ്പാ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയാൽ, തല ശരീരത്തിന് വേണ്ടി കരുതുന്നതാകിയാൽ ആ തല കരുതിയിരിക്കുന്നത് അനുഭവിപ്പാൻ, തലയെ ക്രിസ്തുവെ അനുഗമിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാ ആവശ്യത്തിലും അങ്ങ് ഇതുവഴി കൂട്ടായിരിക്കുക. സ്തോത്രം. ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ നിത്യം ഒരു അനുഗ്രഹമായി തീരട്ടെ. സർവ്വ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. ഞങ്ങളുടെ
ഈ നശിച്ചു പോകുന്ന ശരീരത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭക്ഷണത്തിനായി നന്ദി പറയുന്നു. അതിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നശിക്കാത്ത ആഹാരം തന്നതിനായി സ്തോത്രം, തുടർന്ന് തരാൻ പോകുന്നതിനായി സ്തോത്രം. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹോളി ശബ്ദ കാഴ്ചപരിധിയിൽ ഇപ്പോഴും തുടർന്ന് അനുഭവിക്കുന്ന എല്ലാ മക്കൾക്കുമായി സ്തോത്രം. സർവ്വ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. അല്പസമയം കഴിഞ്ഞ് ലൈവ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ദൈവം ഏവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്.